ജനങ്ങളുടെ മനസ്സിൽ ഇന്നും സൂര്യ തേജസ്സായി ജീവിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഈ ചിത്രം സമർപ്പിക്കുന്നു. ഭാഗ്യമുണ്ട്, ഒക്കെ പറയാം. സ്ഥലം ഇത്തിരി ദൂരെ, കോഴിക്കോടിനടുത്താ. കോളേജിന്റെ ഒരു ആവശ്യത്തിന് അവിടം വരെ പോകേണ്ടി വന്നു. അപ്പോഴാ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലായത്. എന്റെ ഒരു പഴയ സ്റ്റുഡന്റ് ഉണ്ട് അവിടെ, ശേഖരൻ. സ്കൂളിന്റെ മാനേജറുമായിട്ട് അവന് നല്ല പരിചയ. തിരുമേനി എന്താ ആലോചിക്കണേ? ഒരു ജോലി കിട്ടും എന്നറിയുമ്പോഴുള്ള സന്തോഷം കുറച്ചൊന്നുമല്ല. എന്നാലും അത്രയും ദൂരേക്കൊക്കെ കുട്ടിയെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ആ വട്ടത്തിൽ ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊന്നും ഓർത്ത് തിരുമേനി വിഷമിക്കണ്ട. ആദ്യം കുട്ടിക്ക് സമ്മതമാണോന്ന് അറിയാം. ഇതൊരു ഭാഗ്യല്ലേ അച്ഛാ? ഏറിയ 3 മണിക്കൂർ യാത്ര, അത്രയല്ലേ ഉള്ളൂ. യാത്രയുടെ അല്ല, ഒറ്റയ്ക്ക് നീ അവിടെ. അച്ഛൻ സമാധാനിക്ക. ഒരു ജോലിക്ക് വേണ്ടി കടല് കടന്ന് പോവാൻ വരെ ആളുകൾ തയ്യാറാവണം. ശ്രീമംഗലത്തെ സുഭദ്ര പോയില്ലേ ഗൾഫില്? വാര്യത്തെ ശ്രീദേവി ഡൽഹിയിലല്ലേ? എന്തോ എനിക്കൊരു മനസമാധാനവും കിട്ടുന്നില്ല. ആലോചിച്ച് മനസ്സ് വിഷമിക്കേണ്ട അച്ഛൻ. ഒന്നും അറിയാതെ അയ്യര് സാർ പറയില്ലല്ലോ. എനിക്കൊരു ജോലിക്ക് വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ശ്രമിക്കുന്നതും അയ്യര് സാറല്ലേ? എവിടെ വെച്ച് കാണുമ്പോഴും പറയും, നിന്റെ കാര്യം എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ടെന്ന്. ഞങ്ങളെ കാണുമ്പോഴും ചോദിക്കാറുണ്ട്, ചേച്ചിക്ക് ജോലിയൊന്നും തരായില്ലെന്ന്. അച്ഛൻ അയ്യര് സാറിനോട് വിവരം പറയൂ, പോകാൻ തയ്യാറാണെന്ന്. ശേഖരൻ
എന്റെ ഒരു സ്റ്റുഡന്റ് മാത്രമല്ല, ഒരു ഫ്രണ്ടും കൂടിയാ. കേട്ടിട്ടുണ്ടാവും, വലിയ സാഹിത്യകാരനാ. ഇടയ്ക്ക് പത്രങ്ങളിലൂടെ ചില ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പുള്ളിക്കാരൻ കോളേജ് ഉദ്യോഗം രാജിവെച്ചു എന്ന് കേട്ടു. ആളൊരു പ്രത്യേക ടൈപ്പാ. അവന് ശരിയല്ലാന്ന് തോന്നുന്നത് മുഖത്ത് നോക്കി പറയാൻ ഒട്ടും മടിക്കില്ല. അതാരായാലും ശരി. ഇതങ്ങോട്ട് കൊടുക്ക, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഓ, വരിക. ഈ ശേഖരൻ മാഷിന്റെ വീട് എവിടെയാ? ആ കാണുന്ന പഠിപ്പുരയുള്ള വീടാ. ഓ, ശേഖരൻ മാഷിന്റെ വീട് അതെ, ഇത് തന്നെയാ. എവിടെന്നാ? പാലക്കാട് നിന്ന് വരിക. എന്താ വിശേഷിച്ച്? മാഷൊന്ന് കാണണമായിരുന്നു. ഓഹോ, മാഷയെ പരിചയമുണ്ടോ? ഒരിക്കല് ഞങ്ങളുടെ നാട്ടിലൊരു മീറ്റിംഗിൽ പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ ഒരു പരിചയമുണ്ടോ അല്ലേ? വരിക വരിക. മാഷിന്റെ ആരാണാവോ? ജ്യേഷ്ഠനോ കൂട്ടുകാരനോ അമ്മാമനോ വേലക്കാരനോ എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. അതിന് പ്രത്യേകിച്ചൊരു വകുപ്പൊന്നും സ്ഥിരപ്പെടുത്തിയിട്ടില്ല. വരിക വരിക വരിക. അതെ, നമ്മുടെ ആ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആണെന്ന് അറിഞ്ഞു. പക്ഷെ കഴിഞ്ഞ പതിപ്പിന്റെ റോയൽറ്റി ഇതുവരെ എത്തിയിട്ടില്ല. വേണ്ട വേണ്ട, വേലയൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ. തൽക്കാലം ഞാൻ പേന താഴ്ത്തി വെച്ചിട്ട് കുറുവടി എടുക്കുമെന്ന് വക്കച്ചനോടൊന്ന് പറഞ്ഞേര് കേട്ടോ. ആ, എന്താണോ? ഒന്നുമില്ല. പാലക്കാട്ടും ഒരു സ്ത്രീ കാണാൻ എത്തിയിരിക്കുന്നു. എന്നെ പാലക്കാടുന്നോ? ആ, കൂടെ ഒരു വയസ്സിനുണ്ട്. എന്റെ പേര് ദാമോദരൻ നമ്പൂരിന്നാ. ഇതെന്റെ മോളാ ഗായത്രി. അയ്യർ സാർ തന്നയച്ചതാ. ഇരിക്കും. അയ്യര് സാറ് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത് ഇങ്ങനൊരാളാവും തീരെ പ്രതീക്ഷിച്ചില്ല. എന്തേ അറബി ഭാഷ എടുത്തേക്ക് താല്പര്യം തോന്നാൻ? ജോലി കിട്ടാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞത് കേട്ടാ തുടങ്ങിയത്. പിന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോ ഒരു ഹരായി. പാസ്സാകാനുള്ള മാത്രമല്ല, കിട്ടാവുന്നൊക്കെ വായിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞ ഞാൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. കുട്ടിയുടെ നിർബന്ധമായിരുന്നു. അവക്കാര്യത്തിന് മുറുമുറുപ്പൊക്കെ ഉണ്ടാക്കി. പിന്നെ വിദ്യയല്ലേ സരസ്വതിയല്ലേ വെച്ചിട്ട് ഞാൻ തടഞ്ഞില്ല. അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷെ ആളെ വെച്ചോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് എനിക്കിപ്പോ അറിയില്ല. ഈ ജോലി കിട്ടിച്ച ഒരാശ്വാസമായിരുന്നു. ഇല്ലത്തെ കാര്യങ്ങൾ അത്രയ്ക്ക് സത്യം തുറന്നു പറയണേൽ ദുരഭിമാനം നിരീക്ഷിച്ചിട്ട് കാര്യമല്ല കുട്ടി. അയ്യർ സാറിന്റെ ആളല്ലേ. ഈശ്വരൻ എനിക്ക് തന്നത് 5 പെൺകുട്ടികളെ. മൂത്ത 2 എനിക്ക് കുരുതി കൊടുക്കേണ്ടി വന്നു. പഠിപ്പില്ലാഞ്ഞിട്ടോ സൗന്ദര്യമില്ലാഞ്ഞിട്ടോ അല്ല. ചോദിക്കണതൊക്കെ കൊടുത്ത് വിവാഹം ചെയ്ത് അയക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടോ. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാ പറയാ. ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുത്തത് വിദ്യാധന. പഠിക്കാനുള്ള അവരുടെ ആഗ്രഹം കണ്ടപ്പോ മതിയെന്ന് പറയാൻ കഴിഞ്ഞില്ല. കടം മേടിച്ചു ഒരേടം പണയപ്പെടുത്തിയിട്ടും ഒക്കെ പഠിപ്പിച്ചു. ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെടുമെന്ന് കരുതി കാത്തിരുന്ന് ഒടുവിൽ അവരാ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. ഒരേ സാരി തുമ്പി കെട്ടിത്തൂങ്ങി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. അച്ഛന്റെ വിഷമം കാണാൻ വയ്യാഞ്ഞിട്ട് കുട്ടികൾ എന്നെ രക്ഷിച്ചതാണ്. ഏതായാലും നമുക്ക് ഹാജിയാരെ ഒന്ന് കാണാം. നമ്മുടെ അയ്യർ സാർ പറഞ്ഞയച്ചതാ. ഇത് ഗായത്രി, ഇദ്ദേഹം ദാമോദരൻ നമ്പൂരി.
ആയിരിക്കും. ശരി. എന്തേ വിശേഷിച്ച്? അറബി മാഷിന്റെ ഒഴിവിലേക്ക് ആരും ആയില്ലല്ലോ. ഇല്ല. എന്നാൽ ആ ഒഴിവിലേക്ക് പറ്റിയ ഒരാളാണ് ഗായത്രി. അല്ല മാഷേ, ഇത് അതിനുള്ള പരീക്ഷയൊക്കെ പാസ്സായിട്ടുള്ള ആള് തന്നെയാ. സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് മോളെ. വേണ്ട, മാഷ് പറഞ്ഞാ പിന്നെ ഞമ്മക്കതിൽ അപ്പീലില്ല. പറ്റാത്തൊരാൾക്ക് വേണ്ടി മാഷ് പറയൂല എന്ന് ഞമ്മക്ക് നല്ല വിശ്വാസമാണ്. എന്നാലും ഇങ്ങനൊരാളെ അറബി പഠിപ്പിക്കാൻ വന്നത് ഒരു പുതുമയാണ്. അതുകൊണ്ട് ചോദിച്ചതാ. അറബി എന്ന് പറയുന്നത് മഹത്തായ ഒരു ഭാഷയാണ്. മലയാളം, സംസ്കൃതം, തെലുങ്ക്, തമിഴ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അതിനെ ഒരു മതത്തിൽ ഒതുക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ് നമ്മളും പറയണത്. പക്ഷെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ തിരിയണ്ടേ? ഇതൊരു തുടക്കമാവട്ടെ. അതും ഹാജിയുടെ ഭാഗത്തു നിന്നാവുമ്പോ അതിനെ എതിർക്കാൻ അങ്ങനെ ആരും ശ്രമിക്കില്ല. അല്ലെങ്കിലും നമ്മുടെ കാരണവന്മാരായിട്ട് തന്നെ ഇച്ചിരി പുരോഗമനക്കാരാ. ഇന്നാട്ടിൽ ആദ്യമായിട്ട് മുടി വളർത്തിയത് നമ്മുടെ ഉപ്പാപ്പയാണ്. അന്നൊരു മുസൽമാൻ മുടി വളർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റാ. എന്തായാലും മാഷ് പറഞ്ഞു പോലെ ഇതൊരു തുടക്കാട്ടെ. എന്നാ നിങ്ങൾ ആ തന്നെ വന്നോളി. പുണ്യുണ്ടാവും. ഒന്നും തരാനില്ല. മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥന എന്നും ഉണ്ടാവും. സുബ്രഹ്മണ്യര് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിച്ചെന്നെ. പേരുദോഷം ഉണ്ടാക്കാണ്ട് നിന്നാ എത്ര കാലം നിക്കണേന് എനിക്ക് വിരോധമില്ല. അല്ലാച്ചാ വലിയ ബുദ്ധിമുട്ടാ. കുട്ടീന്ന് അങ്ങനത്തെ അനിഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാ ഞാൻ വളർത്തിയിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സേതുലക്ഷ്മി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും പറയരുത്. അറിയാം. എന്നാ ഞാൻ വൈകിക്കില്ല. ഇരുട്ടുന്നതിന് മുമ്പ് എത്താലോ? അങ്ങനെ ആയിക്കോട്ടെ. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും. വിശ്വസിച്ച് നിർത്തിയിട്ട് പോവാൻ വേറെ ഇടമില്ലാഞ്ഞിട്ടാ. ഇത് വെച്ചോളൂ. എന്തെങ്കിലും അല്ലറകളുടെ അത്യാവശ്യം ഉണ്ടാവും. വേണ്ട, ഇത് അച്ഛൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ. അത്യാവശ്യത്തിനുള്ള കുറച്ച് തുക ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. സാരല്ല, ഒറ്റയ്ക്ക് നിൽക്കണല്ലേ, വെച്ചോളൂ. കുറുപ്പമ്മാമന്റെ തങ്ക കുട്ടിയല്ലേ, വേഗം ഊണ് കഴിക്കും. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കൂല. വെറുതെ വാശി പിടിക്കല്ലേ മോളെ. എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. ദേ നോക്കിയേ, മോക്ക് വേണ്ടി കുറുപ്പമ്മാമൻ എന്തൊക്കെയാ ഉണ്ടാക്കിയിരിക്കണെന്ന്. അച്ഛൻ പറ്റേ, അച്ഛന്റെ കൂടെ എല്ലാം ഞാൻ കഴിക്കില്ല. ഓ, അച്ഛന് എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവില്ലേ മോളെ? അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. ദേ മോള് വേഗം ഊണ് കഴിച്ചാലേ കുറുപ്പമ്മാമൻ ഇന്ന് ചില പുതിയ കഥകൾ പറഞ്ഞു തരാം. പുതിയ കഥ എന്ന് പറഞ്ഞിട്ട് എന്നും പറയും ഒരു പഴയ കഥ തന്നെ. എന്നും ഉണ്ട് ഒരു വെളിച്ചപ്പാടിന്റെ കഥ. ഏട്ടാ പേടിയോ, പിന്നെ ഉറക്കവും വരില്ല. ഈ കുറുപ്പമ്മാമൻ നിന്റെ അച്ഛനെ പോലൊന്നും അല്ല. അയ്യയ്യോ, വായിച്ചു കൂട്ടിയതിനൊരു കയ്യും കണക്കില്ല. ഭാരതം, ഭാഗവതം, തവളപ്പാറക്കൊമ്പൻ, ആധ്യാത്മരാമായണം, കിളിപ്പാട്ട്, കല്യാണിക്കുട്ടിയുടെ കടുങ്കൈ, അമ്പലക്കുന്നരക്ഷി. മതി മതി മതി. ഇത്ര കൂടുതൽ വായിച്ചു കൂട്ടിയിട്ടായിരിക്കും ഈ പരുവായി പോയത്. ആ ആ ലാലിച്ച് വസ്ത്രമാക്കി ഒന്നിനോളം പോകുന്ന കുട്ടിക്ക് ഉരുളുരുട്ടി വായിൽ കൊടുക്കേ. വായിൽ പല്ലില്ലാത്തവർക്ക് ഉരുളുകൂട്ടി കൊടുത്ത സന്തോഷം ഇല്ലേ അച്ഛാ? പറയുമ്പോ ഞാൻ തുറന്നു പറയും. ഇഷ്ടമില്ല അച്ഛാ, വേണ്ട, മതി വഞ്ചിച്ചത്. കെട്ടിച്ചു കൊടുക്കാനുള്ള പ്രായമായി. നമുക്ക് ഈ കുറുപ്പമ്മാവനൊന്ന് കെട്ടിച്ചയക്കണം അല്ലേ മോളെ? പ്രായം നല്ലോണമായി. അതേ, അച്ഛനിന്ന് ഒത്തിരി എഴുതാനുണ്ട്. മോളിന്ന് രാത്രി എവിടാ കിടക്കുന്നേ? കുറുപ്പമ്മാവന്റെ അടുത്തോ അതോ അച്ഛന്റെ അടുത്തോ? വേണ്ട വേണ്ട വേണ്ട, വെളിച്ചപ്പാട് ചത്തിട്ട് മതി എന്റെ അടുത്ത് കിടന്നുറങ്ങി. അത് വരെ അച്ഛന്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങിയാൽ മതി. കുട്ടികൾക്ക് ഉറക്കം വരില്ല, വെളിച്ചപ്പാടിനെ കൊല്ലാൻ പറ്റുമോ? എന്നോട് പറയാണ്ട് ഞാൻ അറിയാതൊന്ന് മിനിങ്ങി അല്ലേ? മിനിങ്ങേ? ഞാനോ? എന്റെ മുഖത്ത് നോക്കി സത്യം ചെയ്യ്. ഇല്ലെന്ന്
ഞാൻ എവിടെ വേണമെങ്കിലും പോയി സത്യം ചെയ്യാം. ആ ചെയ്യേ. ഇന്ന് വേണോ നാളെ പോരെ? ഒരു കൈ കൊണ്ട് ശിക്ഷിക്കുമ്പോ മറു കൈ കൊണ്ട് രക്ഷിക്കാം. ആരോടാ നന്ദി പറയണ്ടേന്ന് അറിയില്ല. ഏതായാലും ജോലി കിട്ടിയല്ലോ, അത് തന്നെ സമാധാനം. അല്ല, ഞാൻ പറഞ്ഞ ശേഖരനെ തീരെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ ഒരാളവിടെ ഉണ്ടായത് തന്നെ ഭാഗ്യായി. പക്ഷേ അവന്റെ കാര്യത്തില് ആ ഭാഗ്യം ഇത്തിരി കുറവാ. ആ എല്ലാം തികച്ച് ദൈവം ആർക്കും ഒന്നും കൊടുക്കില്ലല്ലോ. അവന്റെ ഭാര്യയുടെ കാര്യമാണ്. നല്ല തങ്കപ്പെട്ട കുട്ടിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ആയുസ് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. ഒരു മകളുണ്ട്. ഞാൻ കാണുമ്പോഴൊക്കെ ഉപദേശിക്കും, ആ കുട്ടിയുടെ ഭാവി ഓർത്തെങ്കിലും ഒരു കല്യാണം കൂടി കഴിക്കാൻ. കേക്കണ്ടേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. നല്ലവണ്ണം പഠിക്കണം കേട്ടോ. ആ മതി അച്ഛാ. അയ്യോ പോരാ പോരാ, അച്ഛന്റെ മോളൊരു സുന്ദരി കുട്ടിയാവണ്ടേ. അയ്യോ അച്ഛൻ മറന്നല്ലോ. എന്ത്? പൊട്ട്. ഓയ്യോ. ആ ആ അല്ല, ഇവിടെ പുറപ്പാടും മേളപ്പതൊന്നും ആയിട്ടില്ലേ? എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടുകുത്തിയിരിക്കുക? കുറുപ്പമ്മന്റെ കൂടെ ഞാൻ സ്കൂളിൽ പോവില്ല. ആ ഇവിടുന്ന് സ്കൂളിൽ എത്തുന്നവരെ വഴി കാണുന്നവരൊക്കെ വർത്താനം പറഞ്ഞിട്ട് നിൽക്കും. മോള് എന്നും ക്ലാസ്സിൽ എത്താൻ വൈകും. ആഹാ, അതാണ് പരിപാടി അല്ലേ? നാട്ടുകൂട്ടവും കാര്യസ്ഥവും ഒക്കെ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയ ശേഷം മതി, മനസ്സിലായോ? ഞാൻ വഴിയിൽ ഒരു ഈച്ചോട് പോലും മിണ്ടാറില്ല. നോണയാ അച്ഛൻ നോണ. ആ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ വഴക്ക് പറഞ്ഞില്ലേ, നമ്മൾ വേഗം പോക്കാം. ആ പെൺകുട്ടികൾക്ക് വാശി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ വാശിക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത് ആദ്യമായിട്ട് കാണും. ഇതെന്താ അമ്പലത്തിൽ കിടന്ന് കറങ്ങുന്നേ? ഇപ്പൊ സമയം എത്രയെന്നറിയാം? ജോയിൻ ചെയ്യുന്ന ദിവസമെങ്കിലും സ്കൂളിൽ കൃത്യസമയത്തല്ലേ? ഒന്ന് തൊഴുതിട്ട് പോവാന്ന് കരുതി അമ്പലം അന്വേഷിച്ചപ്പോ അടുത്താണെന്ന് പറഞ്ഞു. ഇത്രയും ചുറ്റി തിരിയേണ്ടി വരുമെന്ന് തീരെ നിരീക്ഷിച്ചില്ല. മാഷെന്താ ഇതിലെ? ഇവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് സംഘമുണ്ട്. ഇടയ്ക്ക് അല്പം കവിതയും തർക്കവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവും. എന്നാ വൈകണ്ട. അസ്സലാമു അലൈക്കും. എന്റെ അറബി ടീച്ചർക്ക് ഒരു സലാം ഓർക്കാൻ അറിഞ്ഞൂടെ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തിയതല്ലേ, ഫസ്റ്റ് ടെസ്റ്റ് തന്നെ നിങ്ങൾ പാസ്സായി. ഇദ്രുനി സൂഷ്മ, എങ്ങനെ? താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചതാ. അല്ല, അതിന് നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ലോ. ഹിന്ദിയല്ല, അറബിയാ. മാപ്പാക്കണം. സലാം ചെല്ലാനും നിസ്കാരത്തുള്ള ദുഃഖം തോന്നി അല്ലാതെ അറബിയിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ പിയൂൺ മാഷ മൂസ. സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആചാരം അവിടെ വന്നതാ. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന്. റോട്ടുമല് വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോത്തിന് ആചാരം കെട്ടോള് മൂസ നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്ന് എന്ത് ചെയ്യും? അതുകൊണ്ട് അന്നേരം കാണാൻ പറ്റാൻ ചെയ്യും. വെറും തോന്നരുത് കേട്ടോ. അല്ല, നിങ്ങൾ നമ്മള് മാഷുമാരും ടീച്ചർമാരും ഒന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ആ വരി. ആ പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചതുണ്ടല്ലോ, അതുപോലെ അറിയണ്ട. അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. വരി. ക്രെഡിറ്റ് കാർഡ് ഉടനെ കിട്ടുമെന്നല്ലേ കേൾക്കുന്നത്? ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കാർഡ് കിട്ടിയിട്ട് ലോൺ എടുക്കാൻ കഴിയുമെന്നുള്ള പൂതി ഈ ജന്മം നടക്കാൻ പോണില്ല. കേന്ദ്ര പാർട്ടി വരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? കേരളത്തിന്റെ ആനുകൂല്യം കുറച്ചിട്ട് കേന്ദ്ര പാർട്ടി പറഞ്ഞുകൊണ്ടൊന്നും വലിയ ഉപകാരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വരി. ഇതാണ് നമ്മളെ പുതിയ അറബി മുൻസിറ്റി. മുനിഷിറ്റി അല്ലടോ, മുനിഷി എന്ന് പറയണം. ആളെ മനസ്സിലായില്ലേ? മൂപ്പരാണ് മലയാളം മാസ്റ്റർ. പേര് ജോസഫ്. ഇത് സുലോചന ടീച്ചർ. മൂപ്പര് ഞാൻ കമാലുദ്ദീൻ. സയൻസ് ആണ് വിഷയം. നമസ്കാരം. എനിക്കങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല. ഏത് വിഷയവും ഞാൻ കൈകാര്യം ചെയ്യും. വഅലൈക്കും അസ്സലാം. ഇരിക്കൂ. നല്ല ഭംഗിയുള്ള ടീച്ചറല്ലേ? ആ എന്താ? എന്റെ പേര് ഗായത്രി എന്നാ.
എന്താ നിങ്ങളുടെയൊക്കെ പേര്? അബ്ബാസ്, അബ്ദുള്ള, മുഹമ്മദ്, ഉസ്മാൻ, അൻഡ്രു, സുറ, കൽജ, നസീമ, സുബൈദ, സീനത്ത്, റഫിയ, ജമീല, സൈനബ, സബീന, നൗഷാദ്, അൻവർ, സിദ്ദീഖ്, ഇബ്രാഹിം, ഇബ്രാഹിം, ഖാദർ, സലാഹുദ്ദീൻ, അലി, സക്കിന, അബിത, റംല, ഷമില, സഫിയ. നിങ്ങളുടെ പൊരേടിയാ ടീച്ചറെ? നിങ്ങളുടെ പൊരേടിയാന്ന്. എന്താ? ടീച്ചറുടെ വീട് എവിടെയാണെന്നാ ചോദിച്ചത്. ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്കൊന്ന് പഴകേണ്ടി വരും. ടീച്ചറുടെ വീട് പാലക്കാടാ. ടീച്ചറുടെ മകനെ കഴിഞ്ഞാണോ? എന്താ? ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോ എന്നോ അവര് ചോദിച്ചത്. ആണോ? മംഗലം കഴിഞ്ഞതല്ലാന്ന്. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി. നിങ്ങളൊന്ന് പോയാട്ടെ മാഷ, ആളെ സൂയിപ്പാക്കാതെ. എന്താണ് ചിരിക്കുന്നത്? സൈലന്റ്, സൈലന്റ്. എങ്ങോട്ടാ വാരേ ഓടണേ? വായുളി വാങ്ങിക്കാനൊന്ന് പോണോ? മേന്നെ 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 എന്താ? വിവരം അറിഞ്ഞില്ലേ? ഇല്ല. ഇനി ഇതറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേന മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് പറയടൂ. ആചാര്യയുടെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു. നമ്പൂരി പെൺകുട്ടി? ഒരു നമ്പൂരി പെൺകുട്ടി മേറ്റഭാഷ പഠിപ്പിക്കേ? ഈ കഷ്ടം. ആ ശേഖരൻ മാഷ് ശുപാർശയാന്നാ കേട്ടത്. അയാളെ അങ്ങനെയൊക്കെ ചെയ്യൂ. ഈശ്വരൻ ബ്രഹ്മനും ഇല്ലാത്ത ഭാഷകള്. നല്ല ചെത്തിപ്പൂവിന്റെ നിറവും പനങ്കൊല പോലത്തെ മുടി, ആ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യ. താൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്നാലും നമ്പൂരിക്കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കോട്ട് ഊഹിക്കാലോ. അല്ല മേന്നെ, എനിക്ക് സംശയം. ഇത് ഹാജിയാരും മനഃപൂർവ്വം ചെയ്ത പണിയാണോ? എങ്ങനെ? അല്ല, മേനും ഹാജിയാരും തമ്മിൽ അത്ര സുഹൃത്തിലല്ലോ. അപ്പൊ ഹിന്ദുക്കളുടെ സഹതാപം പിടിച്ചു വച്ചാൽ ഹാജിയാര് കരുതിക്കൂട്ടി ചെയ്ത വല്ല ഏർപ്പാടും ആയിരിക്കുമോ ഇത്? സൂറാബി, ദേ ടീച്ചർ പറഞ്ഞ. അയ്യോ, അറബി സംഭവിച്ചു പോണ്. വരി ദീവാത്തോ, ഷക്കീല, വരി വരി. ദേ അറബി സംഭവിച്ചു പോണ കാണാൻ വരി. വരി റംല, നസീമ, ദേ അറബി സംഭവിച്ചു പോണ. വരി വരി, വേഗം വരി. അമ്മായി, അമ്മായി, അമ്മ, അമ്മായി, അമ്മായി, അറബി സംഭവിച്ചു വരുന്നുണ്ട്. കാണണമെങ്കിൽ വെക്കം വരി. അറബി സംഭവിച്ച അതെന്താ അങ്ങനെ? വിസ്തരിക്കണ്ട, അങ്ങോട്ട് നോക്കി. ആ നടുവില് വരണതാ. ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ. കണ്ടിക്കണ ഓളി മണി കിഴക്കാൻ കാണുള്ള. പിന്നെ നിങ്ങൾ കാണാം. രാത്രി കുട്ടിയെ ആമിനമ്മ. ഉമ്മ, ഉമ്മ എന്താ ഇവിടെ? ഇതാണ് ശരിക്കും ഞമ്മളെ നാട്. നിങ്ങൾ പരിചയക്കാരാ? ആണോന്നോ? ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ, രാത്രി കുട്ടി. നിങ്ങൾ നടന്നോളി. വളർന്ന് വമ്പത്തെ ആയി പോയല്ല. എന്തായാലും ഇങ്ങനെ കണ്ണും പിടിച്ച് നോക്കിയേക്കണത്? വേഗം പോയി കുറച്ച് ചായ ഉണ്ടാക്കി. ഓ, ചായ ഒന്നും വേണ്ടുമ്മ. വേണ്ടാന്ന്? അതൊന്നും പറ്റൂല. നമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട്. ഇതാരുമ്മ പുതിയ പെരുന്നാര്? നിങ്ങൾക്കറിയോ, എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളത്. ഓലിക്ക് സുഖം തന്നെയല്ലേ മോളെ? ഞമ്മള് പോരുമ്പോ പാവാടിയിട്ട് നടക്കണ പ്രായ. പഠിച്ചോനെ, ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല എന്റെ മുത്തേ. കുഞ്ഞാലി എവിടെ അമ്മ? ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ, മീൻ കച്ചവടം. കൽവിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യില് മുന്തിരി ചാറുണ്ടോ? കൽവിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യില് മുന്തിരി ചാറുണ്ടോ? ഈസത്തിന്റെ ഹിക്കുമത്തിൽ അല്ലാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. സക്കാത്തു നൽകാത്ത നിസ്കാര തയമ്പിനെ പടച്ചോൻ കാണൂല, നമ്മളെ പടച്ചോൻ കാണൂല. കൽവിലൊരുപ്പന പാട്ടുണ്ടോ, കയ്യില് മുന്തിരി ചാറുണ്ടോ?
മുകിലിന് പോകാതെ സുഖിക്കാൻ കൊതിച്ചോരേ മണിമാളിക വെച്ച് പുറകണ്ടു നിത്തേന പെരുന്നാളുണ്ടോരേ ആ പെരുമെന്റെ പേരിൽ സുഖിലിന് പോകാതെ സുഖിക്കാൻ കൊതിച്ചോരേ മണിമാളിക വെച്ച് പുറകണ്ടു നിത്തേന പെരുന്നാളുണ്ടോരേ പത്തിരി പഴംപൊരി നെയ്ച്ചോറ് അരിപ്പൊരി അവിലേ സൽഗൂറ് മതിമറന്നടിച്ചിട്ട് കലവിലകിലച്ചിട്ട് കൊയ കൊയ നടക്കണ കോജാത്തി നിങ്ങളുടെ കിന്നരി കസവുതട്ടം തുന്നിയ ദൂഷികളേതാണ് തുന്നിയ ദൂഷികളേതാണ് കൊൽബിലൊരൊപ്പന പാട്ടുണ്ടോ കയ്യിൽ മുന്തിരി ചാറുണ്ടോ ഈസത്തിന്റെ ഹിക്കുമത്തിൽ അല്ലാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ പുത്തൻ തലപ്പാവ് വെച്ചോരേ സക്കാത്ത് നൽകാത്ത നിസ്കാര തയമ്പിന് പടച്ചോൻ കാണൂല നമ്മുടെ പടച്ചോൻ കാണൂല കൽബിലൊരൊപ്പന പാട്ടുണ്ടോ കയ്യിൽ മുന്തിരി ചാറുണ്ടോ അഴുക്കുള്ള മുഖറിന്മേൽ അത്തർ പൂശിയ മരമണ്ടം മണവാളൻ അടിമുടി പവനണിഞ്ഞരികത്ത് കൊഞ്ചണ പുതുമൊഞ്ചു കൊതിച്ചല്ലോ ആ അഴുക്കുള്ള മുഖറിന്മേൽ അത്തർ പൂശിയ മരമണ്ടം മണവാളൻ അടിമുടി പവനണിഞ്ഞരികത്ത് കൊഞ്ചണ പുതുമൊഞ്ചു കൊതിച്ചല്ലോ കരിമേയിലകിയ നേരത്ത് അവളവളവളച്ചവനോടിപ്പോയി ചിറകടിച്ചിളകിയ കസ്തൂരി പൈങ്കിളി മണിയറ കൂട്ടിന്ന് പറന്നേ പോയി അങ്ങനെ നമ്മുടെ പുയ്യാപ്ല മുങ്ങിയ കടവുകളേതാണ് മുങ്ങിയ കടവുകളേതാണ് കൊൽബിലൊരൊപ്പന പാട്ടുണ്ടോ കയ്യിൽ മുന്തിരി ചാറുണ്ടോ ഇസത്തിന്റെ ഹിക്കുമത്തിൽ അല്ലാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ പുത്തൻ തലപ്പാവ് വെച്ചോരേ സക്കാത്ത് നൽകാത്ത നിസ്കാര തയമ്പിന് പടച്ചോൻ കാണൂല നമ്മുടെ പടച്ചോൻ കാണൂല കൽബിലൊരൊപ്പന പാട്ടുണ്ടോ കയ്യില് മുന്തിരി ചാറുണ്ടോ കൽബിലൊരൊപ്പന പാട്ടുണ്ടോ കയ്യില് മുന്തിരി ചാറുണ്ടോ വാലൈക്കും സലാം പിടിച്ചോളി ആ വന്ന് വന്ന് മോളുടെ ചിരി പോലും ഇപ്പൊ അറബിലായിട്ടുണ്ടല്ലോ ഇന്ന് സ്കൂളിൽ പോയില്ലേ പൈസി സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടല്ലോ പയ്യ അത് ഇതും തിന്നാൻ കൊടുത്ത് കുട്ടികൾക്ക് ദുശീലം പഠിപ്പിച്ചിരുന്നു എന്നോട് ഞാൻ പറഞ്ഞിട്ടേ കുഞ്ഞാല് കൊതി കൊണ്ടാ മോളെ ഒരെണ്ണം കുറുപ്പച്ചനും കൊടുത്തേക്ക് ഒന്നാമത് തന്നാലുണ്ടല്ലോ ഞമ്മടെ അമ്മുക്കുട്ടിക്ക് മുട്ടായിയല്ല എന്തും കൊടുക്കും ഓളുടെ ചിരി ഒന്ന് കണ്ടാ പോരെ കുറുപ്പച്ച എടാ കണ്ണിടല്ലടാ താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും പറഞ്ഞാ ഞങ്ങൾ വളർത്തുന്നത് ഇപ്പള്ള മൂക്കിന്റെ തുമ്പൊന്ന് വേർത്ത് കണ്ടാ മതി ശേഖരൻ എന്നെ കൊല്ലു ഞമ്മളൊരു കളിതമാശ പറഞ്ഞല്ലേ കുറുപ്പച്ച നിങ്ങളാ പാത്രം ഇങ്ങേരി ആ ഒന്ന് 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 രണ്ട് 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 നല്ല ബെസ്റ്റ് മീനാണ് പക്ഷെ കൈപ്പുണ്യുള്ളൊരു ബെറ്റ് ഉണ്ടാക്കണം മോളെ എണ്ണം എന്തിനാണ് വർത്തമാനം പറയുന്നത് എണ്ണം തെറ്റിക്കാനുള്ള സൂത്രല്ലേ ഓ എണ്ണം തെറ്റിയാ സബൂറാക്കണ ഒരാളെ മീന്റെ ചെതുമ്പല് വരെ എണ്ണി വെക്കണ ആളല്ലേ നിങ്ങള് ഞമ്മളിവിടെ വരണം നിങ്ങൾക്ക് മീൻ തരാനില്ല നമ്മുടെ മോക്ക് മുട്ടായി കൊടുക്കണം അല്ലേ അപ്പൊ നീ നാളെ മിഠായി കൊണ്ട് വരും മോളെ ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും പുഴിപ്പല്ല് വരും അപ്പൊ കുറുപ്പമാവ് എന്തോരം മിഠായി തിന്നിട്ടുണ്ട് നേരം വരെ എവിടെ പോയി കിടക്കേന് എന്റെ കുഞ്ഞാലിയെ ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് ഒരേ കെറ്റില് നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മൾ എന്താക്കാനാ നാ പിടിച്ചോളി ഇനി ചെമ്മീൻ കറി ഇല്ലാണ്ട് ഇങ്ങക്ക് ചോറ് ഇറങ്ങാതിരിക്കും കുഞ്ഞാലിയെ അറിഞ്ഞോയ്യേ എന്ത് പാലക്കാട് ഞമ്മളെ നമ്പൂരിച്ചന്റെ മോള് വന്നിക്കണ് കുട്ടിയാ ആ
ഇവിടെ വന്നാ എപ്പോ എവിടുന്ന് എങ്ങനെ? നമ്മൾ ഇബ്രാഹിം ഹാജിന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിക്കണെന്ന് കേട്ടില്ലേ? അതാരാന്നപ്പ എന്റെ വിചാരോ? ഞമ്മളെ രാത്രി കുട്ടി. എന്റെ റബ്ബേ, നമ്മൾ എന്തായി കേക്കണേ? എന്നിട്ട് എങ്ങട്ടാ അമ്മ പോയത്? പട്ടരുമഠത്തിലെ ചേതുലക്ഷ്മി അമ്മന്റെ പേരല്ല താമസം. പടച്ചോനെ, ഞമ്മക്ക് കാണാൻ കൊതിയാവണ്. ഓള് പറഞ്ഞിക്കണ അമ്മ. താരെല്ലാം എടുത്ത് ബൊമ്പൊത്തിയായിക്കണ്. ഉമ്മ, ഞമ്മളിപ്പോ വരാം. ഇന്ന് നേരത്തെ ഇനിയിപ്പോ പോണ്ട, നാളെ സുബൈക്ക് പോയിക്കാം. ഇല്ലമ്മ, ഞമ്മളൊന്ന് കണ്ടേ ചോടി വരാം. പ്രിയമുള്ള അച്ഛനും രുക്മിണിയും ശ്രീദേവിയും അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നൊരു വിശേഷം, അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ, ഇവിടെയാണ് താമസം. സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു. കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ. ആ, അയ്യര് സാറിനോട് രാത്രിക്കുട്ടിക്ക് ഞമ്മളെ മനസ്സിലായ? പിന്നെ കുഞ്ഞാലിയല്ലേ? അപ്പൊ ഓർമ്മയുണ്ടല്ലേ? എന്റെ ഈശ്വര, എത്ര വലിയ ആളായിപ്പോയി. രാത്രിക്കുട്ടിയും പറഞ്ഞേക്കണ്, വിവരം അറിയാണ്ട് ബയലെങ്ങാനും വെച്ചാണ് കണ്ടിരുന്നെങ്കിൽ അള്ളാണ് നമുക്ക് തിരിയില്ല. വാ ഇരിക്ക്. വേണ്ട, ഉമ്മ കാത്തിരിക്കാണ്. കണ്ടിട്ട് ബെക്കം വരാന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോന്നതാ. ബാപ്പാക്ക് സുഖാണ്. ആ, ചേച്ചിമാരുടെ നിക്കാക്ക കഴിഞ്ഞ. ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ. രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയന് അമ്പലക്കുളം മേത്തച്ചെറുക്കം പിടക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് ഞമ്മളെ മരത്തിന്മേ കെട്ടി പുളിബാറിനടിച്ചതും പുളിയുറുമ്പിന്റെ കൂടിളക്കി തലയിലിട്ടതും ഒക്കെ മറന്നുപോയാ? ആ, അതൊക്കെ പോട്ടെ. ആരാ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? അച്ഛൻ വന്നിട്ടുണ്ടായിരുന്ന? പടച്ചോനെ, ഞമ്മക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഇടയ്ക്ക് വരും. വരുമ്പോ ഞമ്മളുണ്ടായിട്ട് വേണ്ടേ? വെളുപ്പിനെ ഞമ്മൾ വണ്ടി ഷാട്ടാക്കൂല്ലേ? ഞമ്മളാണ്. രാത്രിക്കുട്ടീനെ ഒന്ന് കാണാൻ വന്നതാ. വരട്ടെ, ഇനി ഇവിടെ ഉണ്ടല്ലോ, ഇടയ്ക്ക് കാണാം. അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ? പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന. ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല. കണ്ണി കണ്ട കീഴ്ജാതിക്കാരൊക്കെ ഇവിടെ കയറി അച്ഛത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എങ്ങനെ അയാളോട് വന്നാ എന്റെ തനി സ്വഭാവം കുട്ടി കാണും. പറഞ്ഞില്ലെന്ന് വേണ്ട. പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാനെളുപ്പമാ, പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട്? ഒരു പിരിവിന് എന്ന നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിടത്തിന്റെ പെരുമാറ്റം. പറഞ്ഞോ എന്താ? ഇനി ഈ ഭൂമി മലയാളത്തിലെ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ. താൻ കാര്യം പറയൂ. കുട്ടപ്പൻ നായരോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജിയാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന്? അതെ, കൊടുക്കില്ലെന്നാലും സമ്മതിച്ചല്ലേ? നല്ല സമ്മതം. നായരുടെ കയ്യിൽ നിന്ന് ഭൂമി ശേഖരൻ മാഷ് വാങ്ങിച്ചിട്ട് അത് ഹാജിയാർക്ക് മറിച്ചു വിട്ടു. രജിസ്റ്റർ ഓഫീസിൽ പിന്നീട് ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ. ശേഖരൻ മാഷ് എന്ത് ചെയ്താലും മേനോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദവും. അവൻ അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ട് വേണോ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ഊഹിക്കാനല്ലോ. അങ്ങനെ ഊഹിക്കണ്ട. മേനോൻ വരുന്നുണ്ട്, കൂടെ ഒരു പടയുണ്ട്. താൻ എന്ത് പണിയാണോ കാണിച്ചത്? അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പൻ നായരോട് ഞങ്ങൾ പറഞ്ഞതാ. അയാൾ സമ്മതിച്ചതുവാ. എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരികയറ്റി ആ ഭൂമി താൻ വാങ്ങിച്ചു. അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി കഴിച്ചേക്കാനായി ആ ഭൂമി ആചാര്യർക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തു. അതിനെന്താ? അതിനെന്താന്നു? ഞങ്ങളെ ഏഴാം കുലികളാക്കരുത്. ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാല് നാളെ അവിടെ എന്താ ഉണ്ടാകുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. നാളെ അവിടെ സ്കൂളിന് വേണ്ടി, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ഒന്നാന്തരം ഒരു കളിസ്ഥലം ഉണ്ടാവും. അത്രേ ഉള്ളൂ. നാളെ അവിടെ ഹാജിയാര് പള്ളി പണി. സംശയമുണ്ടോ? അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം? ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല. അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പൊ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം. പോരെ? അതിന് നിന്റെ സമ്മതം വേണ്ടടോ. വരേ, ആലോചിച്ച് സംസാരിക്കണേ. എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും. തോന്നിയ ആൾക്ക് മറിച്ച് വിൽക്കും. പിന്നെയും വാങ്ങും, പിന്നെയും വിൽക്കും. നിങ്ങളാരും ചോദിക്കാൻ ഈ കുള്ളി എടുത്താ നീ തല ചൊറിയും. ഒന്ന് പോടോ അവിടുന്ന്. ഒരു കൂട്ടം ഏറാമൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു. എടോ മേന്നെ, തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം? അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പൻ നായരെ വിരട്ടി
ചുളു വിലക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ? ഉണ്ടണ്ട. താനും തന്റെ ചിങ്കിടികൾ നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി അല്ലേ? കാണിച്ചു തരായിരുന്നു. പിന്നൊരു കാര്യം, എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. മേലാൽ ഇമാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പടിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീശനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല. അറിയാലോ, ശേരം പറഞ്ഞാണ്. വാ എന്താ ചുക്കൂറെ? കുട്ടികൾ വല്ലാണ്ട് കടത്തിക്കലടി. വെയിലത്തിന് കേറൂല, എപ്പോഴും കളി തന്നെ. അസീസ് വന്നില്ലേ? ആരെയും കാണാൻ പോയിരിക്കാന്ന്. അതെന്തിന്? പിന്നെയും വല്ല ഗുലുമാലും ഉണ്ടാക്കിയ? അങ്ങനെയൊന്നുമില്ല പാപ്പ. നീ എങ്ങനെയല്ലേ പറയൂ, എന്റെ കെട്ടിയോനല്ലേ. ഓനോട് ഈ തട്ടിപ്പും തരികടയും ഒക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ. പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമീൻ എടുക്കാൻ ഞമ്മളെ കിട്ടൂല. അരിമോന്റെ സ്വഭാവ ഗുണം കൊണ്ട് തലയെ കെട്ടടിച്ച് മുഖത്തിട്ട് കിടക്കേണ്ട ഗതിയിലാണ്. ഞാൻ പറഞ്ഞോ ഓരെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ? നിങ്ങൾക്ക് ഇതെന്താണ്? എപ്പോഴെങ്കിലും കൂടി അവള് പറഞ്ഞത് അപ്പോഴേക്ക് തുടങ്ങും. മോളി ഇന്ന് തുണിയും കുപ്പായൊക്കെ മാറും. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് പോയാ മതി. ചെല്ലുമ്മ, ഞമ്മക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെ മടങ്ങാനാണെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള വരവാണല്ലേ. സ്കൂളില് അബോക്കർ മാഷിന് പകരം വേറെ ആരെങ്കിലും വെച്ചിക്കണം ചോദിക്കാൻ പറഞ്ഞ. പുടി കിട്ടി. ഈ സ്കൂളിൽ ജോലി കൊടുക്കാന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണും. വെറുതെ വേണ്ടാത്ത വരയും വണ്ടിക്കൊന്നും പോണ്ടാന്ന് ഓനോട് പറഞ്ഞേരി. അസീസേ മതി, എഴുന്നേൽക്ക്. ഒരു കൈയുടെ ഒറ്റ കൈ വേണ്ട കടം പറഞ്ഞല്ല കളി വേണ്ട. രൊക്കം കാശുണ്ടെങ്കിൽ കളിച്ചാൽ മതി. കൈ പൈസ ഉള്ളൊരു വേറെ ഉണ്ട്. എനിക്ക് കാശില്ലാതായപ്പോ അസീസിനെ ആർക്കും വേണ്ടല്ലേ? അതെങ്ങനെയാ? കയ്യിൽ കാശ് വന്നാൽ അസീസിന് ദർബാറാണ്. ദൂർത്തടിക്കുന്നതിനല്ലേ ഒരു കണക്കൊക്കെ. മോന്റെ മോനെ നിന്റെ വാപ്പാടെ നീ ആരാണ്? അത്രക്കൊന്നും പറയണ്ട. നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. ആശയിലോ എന്നാ അനക്ക് പോകാൻ വേറെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഈ കാര്യം എന്താ വെച്ചാ പറയും, ഞമ്മക്കൊരു തിരക്കുണ്ട്. പേരൊക്കെ അനക്ക് മാത്രമല്ല എനിക്കുണ്ട്. എന്റെ കെട്ടിയോളുടെ ബാപ്പാന്റെ സ്കൂളാണ്, അറബി മാസ്റ്റർ ഒഴിവുണ്ട്. ജോലി എനിക്ക് തരാന്നൊക്കെ നീ വാക്ക് പറഞ്ഞില്ലേ? ആശീസ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ജോലി നമ്മൾ തരും. എവിടെ? എന്റെ കെട്ടിയോളുടെ പറയലോ. സ്കൂൾ അറബി ടീച്ചറെ വെച്ച് ഒരു കാഫർച്ചീനെ. എന്തു മണ്ടത്തരായി പറയണേ? അറബി ടീച്ചർ വെച്ചെന്നോ? നമ്മളറിയണ്ട. എല്ലാവരുടെ ഈ പൊട്ടം കളിക്കല്ലേ? ദേ നീ ഇനി എന്നെ സൂപ്പാക്കാൻ നോക്കണ്ട. ജോലി തരാമെന്ന് വേണ്ടി എന്റെ 1-2 അല്ല വാങ്ങിയിരിക്കുന്നത്. 75,000 ഉറുപ്പ്യ എന്റെ പൊരേണം പണയപ്പെടുത്തുണ്ടാക്കിയ പൈസയാ. എനിക്കിപ്പൊ കിട്ടണം എന്റെ പൈസ. എന്റെ വീരാനെ ഈ ഇടങ്ങാൻ ഉണ്ടാക്കല്ലേ. നീ പറഞ്ഞ മാതിരി നടന്നിട്ടുണ്ടല്ലേ, എന്റെ പൈസ അസീസ് തിരിച്ചു തരും. പടച്ചോനാണ് തിരിച്ചു തരും. അല്ലതാ അസീസോ? എന്താണ്ടാ ഇവിടെ? മാമാനോട് ഞമ്മക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? അത് നിങ്ങളോട് തനിച്ച് പറയാനുള്ളതാ. മാഷ് അന്യനൊന്നും അല്ലല്ല. എന്താച്ചാ പറഞ്ഞോളി. അല്ല ആചാര്യ, ഞാൻ ഇറങ്ങാം. ഞാൻ ഇരുന്നിട്ട് ഇനി അസീസിന്റെ വിഷമം വേണ്ട. നിങ്ങളവിടെ കുത്തിയിരിക്കുന്നു. നിങ്ങളറിയാത്ത എന്ത് കാര്യം ഞമ്മക്കുള്ളത്? ഈ പറഞ്ഞോ. സ്കൂളിലെ അറബി മാസ്റ്ററുടെ വേക്കൻസിയില് ഒരു ടീച്ചറിനെ പറ്റി അറിഞ്ഞ്, ഒരു നമ്പൂരിച്ചീനെ. ആന്ന്. അതിനിപ്പോ എന്തേനി? ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ആർക്ക്? അനക്ക? അല്ല, പള്ളി കമ്മിറ്റിയില് ചിലതൊക്കെ പറയുന്നുണ്ട്. ഇവിടത്തെ പള്ളി കമ്മിറ്റിയിൽ അനക്കെന്ത് കാര്യം? അല്ല മാമ, ഞമ്മള് കേട്ടത്. ഈ വെല്ലിച്ച പാവത്തൊന്നും കാട്ടണ്ട. അന്ന ഞമ്മക്കറിഞ്ഞൂടെ? അനക്കിപ്പോ എന്താ വേണ്ടിയത് അത് പറയും. ഞമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തിരുന്നു. നമ്മുടെ സ്വന്തം ജാതിയാ. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു പാവപ്പെട്ട കുടുംബക്കാരാ. വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്ത് വന്നിരിക്കുന്ന ഒരു പെങ്ങളും 2 കുട്ടികളും ഒക്കെ ഉള്ള വല്ലാത്തൊരു പരാധീനക്കാരാ. ഓൻ ഈ ജോലി കൊടുത്താ വലിയൊരു പുണ്യായിരിക്കും. അസീഫേ, വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായത്. അത്രയ്ക്ക് പാവാണ് നിങ്ങൾ 10 വാങ്ങിച്ചു കൊടുക്കി. പാല് കുടിക്കട്ടെ. അസീസേ, അല്ല, ഓരുടെ ആൾക്കാർക്ക് ജോലി മാറ്റി കൊടുക്കാൻ ചോദല ഓരിക്കൊണ്ടല്ലോ. ഈ അവര് ഞമ്മള് എന്നൊന്നും പറയണ്ട. അന്റെ ശുപാർശയും മേലെ നമ്മൾ ആരെയും പറ്റൂന്നും കരുതണ്ട. എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല. നടക്കാൻ നമ്മൾ സമ്മതിക്കൂല.
നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാഫറിച്ചിയാണെന്ന് പറയാൻ ഇങ്ങക്കൊരു ഉളുപ്പില്ലേ? അന്റെ മാമാന്റെ സ്കൂള് ഹാജിയാർക്കാണെങ്കിൽ ഖുരാനി നല്ല വിവരവും ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുവോ? ഓലെ പറഞ്ഞ് തലതിരിച്ചിക്കല്ലേ മാഷ്. ഏത് മാഷ്? ആ ചായര മാഷ്. ഓലെ കുറിച്ച് അസീസ് വേണ്ടാത്ത ഒന്നും പറയണ്ട. ഇന്നാട്ടിന് ജാതി മതം നോക്കാതെ അത്യാപത്തിൽ ഓടിയെത്തുന്ന ആളാ മാഷ്. എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി. ഒടുക്കം നമ്മുടെ കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയാണ്ടാവും. ഓള് തലയിൽ തട്ട ഇടാതെ പൊട്ടും കുത്തി തോസീന്റെ ഇലയും ചൂടി വരണ കണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ട്? ഈ അറബി മുൻഷിമാരും മൂസാ നബീന്റെ നൂഹ് നബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കഴിയോ? ഈ ശ്രീരാമന്റെ സീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ ഗതി എന്താവും? അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങളും കാണുമല്ലേ? ഇപ്പൊ എന്ത് വേണമെന്നാ ഈ പറയണത്? ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി. ടീച്ചറെ, നിങ്ങളത് ആചാര്യ വിളിക്കുന്നു. ഒച്ച ഉണ്ടാക്കല്ലേ, ഞാനിപ്പോ വരാം. ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും. വരി കൊയ്തിങ്ക, എന്താ ചോദിച്ചോളി. ഗായത്രി كم درجة تعلم؟ أفضل العلماء. كم حرفا في العربية؟ 28. كم صلاة في اليوم؟ في اليوم 5 صلوات هي الفجر والظهر والعصر والمغرب والعشاء. എന്തേ ഇനിയൊന്നും ചോദിക്കാനില്ലേ? ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. كم سورة في القرآن؟ ഖുർആനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത്. ടീച്ചർ എന്ന് പറയും. 114. ഇപ്പൊ ബോധ്യായ ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന്. എന്നാണ് ടീച്ചർ വയ്ക്കോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ. അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത്. മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത്? പിന്നല്ലാണ്ട് കൂട്ടത്തില് നമ്മളെ പള്ളിക്കണ്ടിയിലെ മൊയ്തീമൊല്ലാക്ക പിടുത്തിട്ട പോലൊരു ചോദ്യം, നിസ്കാരം എത്ര ഉണ്ട്? പടച്ചോൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടുങ്ങി. എവിടെ ടീച്ചർ ലെവലേശം കുലുങ്ങില്ല, ഉടനെ മണി അടിച്ച പോലെ ടിങ് ടിങ് നന്ദി 5 മാത്രല്ല ഓരോന്ന് ഓത്തോത്താര് വിശദീകരിച്ചും കൊടുത്ത്. സ്കൂൾ പഠിപ്പിക്കുന്ന കിതാബ് മാത്രല്ല ഓര് നമ്മളെ ഖുർആനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓള് പണ്ടേ പഠിക്കാൻ വെടുക്കത്തിയ. എന്റെ കുഞ്ഞാലീനെ ചെറുപ്പത്തിൽ കൂട്ടാനും കീക്കാനും ഒക്കെ പഠിപ്പിച്ച ഓളല്ലേ. അത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ മീൻ കച്ചവടത്തിനെങ്കിലും കുണം കിട്ടി. എങ്ങനെ അല്ല, പൈസ തെറ്റാതെ എണ്ണി വാങ്ങാലോ. അത് ശരി. അപ്പൊ എണ്ണം പഠിക്കാത്തോണ്ടാ നിങ്ങൾ മീൻ പേടിക്കുമ്പോ പൈസ പിന്നെ തരാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണത്. അവനെ തുടങ്ങി മോസെ, നിങ്ങൾ അല്ലാണ്ട് ഓനോട് വർത്താനം പറയാൻ നിൽക്കുക. കുഞ്ഞാലിയെ ഈ എന്റെ പണി നോക്കി പോയിക്കാ. എവിടെ എന്താ കോന്റെ തമാശ അല്ല. വൈകുന്നേരം അങ്ങാടിയിൽ നിങ്ങൾ മീൻ പേടിക്കാൻ വരുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി. ടീച്ചർ വന്നാൽ ഇരിക്കാൻ പറയണം. നമ്മൾ വന്നിട്ട് പറഞ്ഞു വിട്ടാ മതി. പഠിപ്പിച്ചത് കുരുത്തണ്ട്. കൺഗ്രാചുലേഷൻസ്. പേടിച്ചോ? ഇല്ല. നുണ പറയല്ലേ, ഒന്ന് ഞെട്ടി ചെറുതായിട്ട്. കൺഗ്രാചുലേഷൻസ് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? ഇല്ല. ഇന്ന് ഉസ്താദുമാരെ ഞെട്ടിച്ചില്ലേ? അങ്ങനെയൊന്നുമില്ല. അവര് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു, അത്രേ ഉള്ളൂ. വരൂ. അതേതായാലും നന്നായി. അറബിയിൽ പാണ്ഡിത്യമുള്ള ഒരാളെയാണ് അപ്പോയിന്റ് ചെയ്യുന്നവർക്ക് ബോധ്യമായല്ലോ. അതിന്റെ ക്രെഡിറ്റ് ഒരു ഇത്തിരി എനിക്കൂടെ കിട്ടിക്കോട്ടെ.
ആ ഞാൻ അയ്യർ സാറിന് ഫോൺ ചെയ്തിരുന്നു. അല്ലെങ്കിലും പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്നവർ ആരും മോശമാവാറില്ല. ഒരിത്തിരി തല്ലുകൊള്ളിയായത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇരിക്കൂ. മൂപ്പത്തേരില്ലേ ഇവിടെ? കടയിൽ പോയിരിക്കുക. ഒക്കെ തന്നെത്താൻ പോയേ വാങ്ങും. ഒറ്റ ആളെ വിശ്വാസമില്ല. പരിചയല്ലേ? പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വരും മോന് ഫോൺ ചെയ്യാൻ. ആ മോന്റെ പേരും പറഞ്ഞ് ഇടയ്ക്ക് എന്നെ ഒന്ന് വരട്ടും. ഇവരും മരുമകളും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഒരിക്കൽ മകനില്ലാത്തപ്പോ മരുമകളെ മുറിയിലിട്ട് പൂട്ടിയായിരുന്നു. 2 ദിവസത്തേക്ക് ജലപാനം പോലും കൊടുത്തില്ല. ഒടുവിൽ മകൻ വന്നിട്ടാ തുറന്നു വിട്ടത്. ഏതായാലും ഗായത്രി സൂക്ഷിക്കണം. ഞാനോ? ആ, മുറിയിലിട്ട് പൂട്ടി പട്ടിണി കിട്ടാലോ. 1-2 ദിവസത്തെ പട്ടിണിയൊക്കെ എനിക്ക് നല്ല ശീല. ചേച്ചിമാർ രണ്ടുപേരും ഗ്രാജുവേറ്റ്സ് ആയിരുന്നു അല്ലേ? കുടിക്കാൻ എന്തേലും എടുക്കാം. ചായ ഇട്ടാലോ? ഈ സന്ധ്യയ്ക്ക് ഇപ്പൊ ഒന്നും വേണ്ട. ആ അതേ വരണുണ്ട്. മാഷെന്താ ഈ നേരത്തെ ഇവിടെ? ഞാൻ ഗായത്രിയോടൊരു കാര്യം പറയാൻ വന്നതാ. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. വന്നപ്പോ കടയിൽ പോയിരിക്കാൻ പറഞ്ഞു. എന്നാ വന്നിട്ട് പോവാന്ന് കരുതി. വരട്ടെ? ഓ വരട്ടെ. ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരണവരെയും പോണവരെയും വിളിച്ചിരുത്തി കൊഞ്ചു കൊഴയാനേ ഇത് സത്രമൊന്നുമല്ല. മാഷോട് ഇരിക്കണ്ടെന്ന് എങ്ങനെയാ പറയാ? എങ്ങനെ പറഞ്ഞാലും കൊള്ളാം. എനിക്ക് ഇതൊന്നും അത്ര അങ്ങനെ ഇഷ്ടമല്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാനെടുക്കാം. വേണ്ട. ആരാ? എന്റെ പേര് ബീരാൻ. അസീസ് ഇല്ലേ ഇവിടെ? ഉണ്ട്. കുത്തിരിക്കേ. കുത്തിയിരിക്കാനും നേരമില്ല. ഓനോട് നിങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറയും. ഇതാരാ ഇത്? ബീരാനാ? ഞമ്മൾ നിങ്ങളെ നോക്കി 2-3 വട്ടം നിങ്ങളെ പൊരയിൽ വന്നിട്ട് നിങ്ങളിത് എവിടെയാ? ഈ വെറുതെ നോണ പറയല്ലേ എന്റെ അസീസെ. നമ്മുടെ പുരേന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എങ്ങനെ ഇറങ്ങും? ആ നിലക്കാക്കില്ലേ ഈ നമ്മളെ? കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായി പറഞ്ഞുണ്ട്. നിങ്ങളൊന്ന് ബേജാറാണ്ടിരിക്കുന്നു. ജോലി ഉടനെ ശരിയാവും. വേണ്ട, എനിക്ക് ജോലി ശരിയാക്കണ്ട. ആ ബാങ്ങി ഉറുപ്പെങ്ങി തിരിച്ചു തന്നാലേ ഓലിക്ക തിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ തടി കഴിച്ചിലായിക്കോട്ടെ. ഞമ്മക്കൊരു വഴി ഉണ്ടാക്കാന്ന്. നിങ്ങളിപ്പോ പോയി പോണില്ല. പൈസ തരാണ്ട് നമ്മൾ പോവില്ല. ഒരാഴ്ച കൂടി നിങ്ങൾ നടങ്ങി. എന്തായാലും ഇത്രയായില്ലേ? ഈ പറഞ്ഞ ഈ ഒരു അവധിയും കൂടി നമ്മൾ കേൾക്കണം. അതും കഴിഞ്ഞ് ഇനി എന്നെ സൂയിപ്പാക്കാനാണ് പരിപാടിയെങ്കിൽ ഇബ്രാഹിം ആജിയുടെ മരുമോനാണെന്ന് ഞാൻ നോക്കൂല. പറഞ്ഞേക്കാം. ഈ കണ്ട പൈസയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണേ? അതൊന്നും ഇജ്ജ് തിരക്കണ്ട. ഒരേൽ ഇങ്ങനെ ആൾക്കാർ വന്ന് വഴക്കുണ്ടാക്കുമ്പോ അതിന്റെ മോശം ഞമ്മക്കും ഉണ്ട്. എന്നാ മാലിങ്ങട് ഇത് നമ്മളെ കൊന്നാലും തരൂല. എന്നാ പിന്നെ തൊള്ളയെ പൂട്ടി മുണ്ടാണ്ടിരി. ഞമ്മളെ വിസ്തരിക്കാൻ വേണ്ട. ഈ ചേലക്കാടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും കണക്കാക്കണ്ട. പറഞ്ഞതിൽ നമ്മുടെ രാഷ്ട്രീയ ലൈൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ആ സുകുമാരനെ ഇസ്മായിലിനെ ചാക്കിലാക്കാൻ സാധിക്കുമോ? സാധിച്ച ജോർജിനെ പൂട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. അതൊക്കെ നടക്കൂ. എന്താ നടക്കാത്തെ? നടക്കും. നടന്നില്ലെങ്കിൽ നടത്തും. ഒതുക്കി തീർക്കലല്ല, കലക്കി കോരലാണ് ഇന്നത്തെ രാഷ്ട്രീയം. മനസ്സിലായോ? അത് ശരിയാ. എന്താ സീസേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. മീറ്റിംഗ് വല്ലതും ആണോ? ഏയ്, ഞങ്ങളിവിടെ ദേശീയ സർവ്വദേശീയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയായിരുന്നു. ഒരു മിനിറ്റ്. ശരി. എന്താണോ പ്രശ്നം? ഇയാളുടെ ഒരുമാതിരി വർത്താനം കേട്ടാല് പാർട്ടിയുടെ ഭാരം മുഴുവൻ തലയിലേറ്റി നടക്കാൻ തോന്നും. ചേലക്കാരനെ അങ്ങനെ അങ്ങ് കൊച്ചാക്കി കാണണ്ട. ഉരുട്ടു ബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കും ഇയാളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. അതാണ് എല്ലാ മന്ത്രിമാർക്കും ഇയാൾ വലിയ കാര്യം. അപ്പൊ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കണോ അല്ലേ? ആണ്. പക്ഷെ നിയമപരമായിട്ട് അതിനുള്ള വകുപ്പൊന്നും കാണുന്നില്ലല്ലോ അസീസേ. നമ്മുടെ വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് അധ്യാപകരെ സംബന്ധിക്കുന്ന ചില പൊതുചട്ടങ്ങളുണ്ട്. അതായത് മാനേജ്മെന്റിന് വിരുദ്ധമായി അച്ചടക്ക ലംഘനം നടത്തുകയോ അതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളിനെ അവർക്ക് പറഞ്ഞുവിടാം. അല്ലെങ്കിൽ മദ്യപിച്ച് ബോധം കെട്ട് വഴി കിടക്കുകയും സ്ഥിരം വഴക്കുണ്ടാക്കുകയും അങ്ങനെ വിദ്യാലയത്തിനും കുട്ടികൾക്ക് നാണക്കേടുണ്ടാക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് പിരിച്ചുവിടാം. പിന്നൊന്ന് ഇമ്മോറൽ ആക്ടിവിറ്റീസ്, അതായത് അസാൻമാർഗിക നടപടികൾ. അതിലേർപ്പെടുന്നവരെ പറഞ്ഞുവിടാനും KR വകുപ്പുണ്ട്. ഇവര് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതിലേത് സ്വീകരിക്കണമെന്ന് അസീസിന് ഞാൻ പറഞ്ഞു തന്നോ? അറിഞ്ഞല്ലേ? എന്താ ഇനി ഇത് ഇവരറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രമേ ബാക്കിയുള്ളൂ. എന്താടൂ? നമ്പൂതിരി ടീച്ചർക്ക് ഗർഭം.
ഗർഭവും ആ ശേഖരൻ മാഷും അവളും തമ്മിലേ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്. അങ്ങാടിയിൽ അമ്പലപ്പറമ്പിൽ സ്കൂൾ പഠിക്കലൊക്കെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കണം. എനിക്ക് അവളെ കണ്ടപ്പോഴേ സംശയമുണ്ട്, ആളിത്തിരി പേശ കാണുന്നു. അവക്ക് ഗർഭമുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഛേ, ഇതൊക്കെ ആരെങ്കിലും പറയണോന്ന് എന്നെ നമുക്ക് അവിടെ ഊഹിച്ചൂടെ? വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. ഇതാ നോക്കുക, കേട്ട് തൊഴിൽ രുചിയാ. ഇവള് കുട്ടികളെ പഠിപ്പിച്ച എങ്ങനെ ചൊവ്വാകും? അല്ല, അവൾ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളാണെങ്കിലും ആ സ്കൂളിൽ നമ്മളെ മക്കളും പഠിക്കണില്ലേ? ഇല്ലേ? ഞാൻ താനെവിടെ പോണു? അല്ല, ആ കുറുപ്പും രാഗന്മാരൊന്നും ഈ വീട് അറിഞ്ഞാലല്ല. ഞാൻ ഒന്ന് അറിയിച്ചിട്ട് വരാം. ഇതാ വരുന്നു. എന്താണ്ട് അവിടെ കൈകൊട്ടിക്കളിയോ? നോക്കി ഇതൊക്കെ വായിക്കാനാണ് നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്? എന്താണ് പറഞ്ഞിട്ടില്ല? പോയാൽ ഏത് നായിന്റെ മോനാണ് ഇവിടെ കൊണ്ടുവന്ന് എഴുതി പഠിച്ചിട്ട്? എന്താ പോസ്റ്റർ കയറാൻ ടെൻഡർ എടുത്തിട്ടുണ്ടോ താൻ? ഇവിടെ മാത്രമല്ല, ബസ് സ്റ്റോപ്പിലും പള്ളിക്കവലയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അറബി ടീച്ചർ ഒരു കള്ളി പൂച്ചയാണല്ലോ. ശേഖരൻ മാസ്റ്ററുടെ ഒരു ഭാഗ്യം. അതെ, ശേഖര മാഷ ഭാഗ്യ. അത് നിങ്ങൾക്ക് എന്താ അത്ര വലിയ അസൂയ? അതിന് താനെന്തിനാ ഇങ്ങനെ ചൂടാവണത്? എടോ, ഈ പ്രായത്തിലൊരു പെങ്ങൾ എനിക്കും ഉണ്ട്. വേണ്ടാതിന് എഴുതുന്നതിനും പറയുന്നതിനൊക്കെ ഒരു കണക്ക് വേണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗായത്രി ടീച്ചർ ഇത് ചെയ്യുന്നു? നിങ്ങളോടൊക്കെ വർത്താനം പറയാൻ നിൽക്കുന്ന എന്റെ മുമ്പൊക്കെ ആദ്യം പറഞ്ഞണം. പാതിരാകും മുമ്പേ പുരയിൽ വന്നൂടെ? നിങ്ങൾക്ക് എന്തേലും ഈനും വേണ്ടും പണി? ഈ നമ്മളെ കുണുഘോഷിക്കാൻ നിൽക്കണ്ട, നമുക്ക് പല പണിയുണ്ടാവും. അത് നമ്മളും കൂടെ ഒന്ന് അറിയണ്ടേ? വേണ്ട, ഏറെ വിളഞ്ഞാല് ഇടപാട് നമ്മൾ പുരയെ കൊണ്ടാകും. എടോ, ആണത്വം ഉണ്ടെങ്കിൽ ആണുങ്ങളോട് നേരിട്ട് പൊരുതണം. അല്ലാതെ പാതിരാത്രിക്ക് പതുങ്ങി നടന്ന് ഈ പോസ്റ്റ് ഓടിക്കുന്ന പണിയുണ്ടല്ലോ, അത് രണ്ടും കെട്ട ഇടപാടാ. നിങ്ങൾ എന്തായി പറയണേ? ഓ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലല്ലേ? എനിക്കൊരു ചുക്കും പോകാനില്ല. പക്ഷെ നീ കളിക്കുന്ന ഈ നാണക്കെട്ട കളിയുണ്ടല്ലോ, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം അതാർക്കുന്നത്. വേണ്ടാതിനെ കാണിച്ചിരുന്ന പോസ്റ്റർ അല്ല, നാട്ടുകാർ ചിലപ്പോൾ നോട്ടീസ് അടിച്ചിറക്കും. അതിന് എന്ത് മെക്കിട്ട് കയറാൻ വന്നാണ്ടല്ല. നീ എന്ത് മാഷേ, നീ ആചാരുടെ മരുമനായി പോയി. അല്ലെ നിന്നെയൊക്കെ തുണ്ടം തുണ്ടായിട്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർമ്മിച്ചോണേ അത്. ഏതെങ്കിലും നാക്കിൽ എവിടെയെങ്കിലും കിടന്ന് കുരയ്ക്കണതിന് നിങ്ങൾ വെറുതെ ഇടപെടണം എന്തിനാ? ഇന്നാട്ടിൽ ഒരു കുട്ടിയും നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ വിശ്വസിക്കൂല. എന്റെ കാര്യമല്ല, ആചാർക്കറിയാലോ. സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാത്. നാളെ വേറെ കുടുംബത്തിലേക്ക് പോകേണ്ടതുമാ. അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാൽ ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ആചാര്യ? അവരെ കണ്ട ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. നിങ്ങൾ ഇങ്ങനെ ബേജാറായാലേ ഒന്ന് പേടിക്കാണ്ടിരിക്കും. എനിക്കാരെയും പേടിയുണ്ടായിട്ടല്ല. ഞാൻ തണ്ടനാണെന്നോ തെമ്മാടിയാണെന്നോ ആര് വേണേലും പറഞ്ഞോട്ടെ, അല്ലെ എഴുതി ഒട്ടിച്ചോട്ടെ. പക്ഷെ ഇതങ്ങനെയാണോ? ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവം നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി. അതിന്റെ കണ്ണീര് വീഴ്ത്തിയാലുണ്ടല്ലോ, അവനൊന്നും പിന്നെ 7 ജന്മത്തേക്ക് ശാമോഷം കിട്ടിയല്ല ആചാരെ.
ഒന്നേ എവിടെ പോയിട്ട് വരുന്നു? മകനെ ഒന്ന് കാണാൻ പോയതാ. ആ, ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അമ്മമാര് മക്കൾക്ക് ശത്രുക്കളല്ലേ. അവൻ പോരാന്ന് വെച്ചാലും അവളൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഈ അവസ്ഥയില് അവൻ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്ന നല്ലത്. അതെന്താ പിന്നെ? ഞാൻ വല്ല പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ? അപ്പൊ ലക്ഷ്മിയമ്മ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? ഇതറിയാൻ ഈ ഭൂമി മലയാളത്തില് സേതുലക്ഷ്മി മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ലേ ഒരുത്തി? അവള് മഹാപിഴയാ. ലക്ഷ്മണയ്ക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന നാട്ടിലൊക്കെ സംസാരം. ആ ശേഖരൻ മാഷുമായിട്ട് അവർക്ക് എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന് ആ പറയണേ. പറച്ചില് മാത്രല്ല, നിരത്ത് മുഴുവൻ പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് ചുവരിൽ നോക്കിയാൽ കാണാം ഓരോരോ കഥകളും. നിങ്ങളല്ല അവളെയൊക്കെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കൂ. മാനാഭിമാനമായി ജീവിക്കുന്നവർക്ക് കൂടെ താമസിപ്പിക്കാൻ പറ്റിയ വർഗമല്ല. നമ്പൂതിരി പെണ്ണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നാണം വേണ്ടേ? നാണം. അതെ, ഇതൊക്കെ സത്യാണോ? പിന്നല്ലാതെ ഞങ്ങളെന്താ ഊഹിച്ച് പറയാ? നിങ്ങളോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കേട്ടോ അവളെ? ഗർഭുണ്ടെന്നാ കേട്ടത്. എഞ്ചെങ്ങാനും വീട്ടിലായിരുന്നെങ്കിൽ ചാണകത്ത് ചൂഴി മുക്കി അടിച്ചിറക്കി പുണ്യാനം നടത്തി ശുദ്ധിവാസം നടത്തിയത്. അല്ല, ഞങ്ങൾ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും ചെന്ന് ചോദിക്കാൻ നിൽക്കണം അല്ലേ? അയ്യേ, എടി ഇപ്പൊ ഇറങ്ങിക്കൊള്ളുക. ഇവിടെ തോന്നിയ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, വിസ്തരിക്കണ്ട. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഓരോരുത്തരുടെ വരവും പോക്കും. അന്നേ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഇവിടെ നടത്തില്ലാന്ന്. പൊയ്ക്കോ, ഇറങ്ങി പൊയ്ക്കോ. ഈ രാത്രി എവിടെ പോയാലും വേണ്ടില്ല, എനിക്കതൊന്നും അറിയില്ല. ഇറങ്ങിക്കൊള്ളുക. നാണക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ തോന്നിയേ ഞാനും കൂടി കൂട്ടി നിൽക്കാണെന്ന് ആളുകൾ പറയണത്. ഇറങ്ങിക്കൊള്ളുക. അറിഞ്ഞു. ആ ടീച്ചറ് മീൻകാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ താൻ വന്നത്? അതെ. ഈ ഭൂമി മലയാളത്തില് ഇനി ഇതറിയാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും വലിയ മാനക്കടയ്ക്ക് ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു മീൻകാരന്റെ വീട്ടില് തട്ടവും മുണ്ടിട്ട് വേദവും മാറി അവനോട് കല്യാണം കഴിക്കാന്ന് വെച്ചാ കല്യാണം കഴിച്ചോ? അല്ല, ഇത്രയായ സ്ഥിതിക്ക് നമുക്കതങ്ങോട്ട് ഊഹിക്കാനുള്ളൂ. എവിടെ നോക്ക, മതം മാറ്റി മാറ്റി ഒടുവില് നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അരയ്ക്കാൻ കിട്ടാണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ ഭഗവാനെ, അമ്പലക്കിണറിൽ വിഷം കലക്കി നമ്മൾ കോരി കുടിച്ച് അങ്ങോട്ട് ചാവുക. അതേ തരള്ളൂ, മനസ്സിലാക്കുക. എന്റെ മോൾ ഒന്നോണ്ട് ബേജാറാണ്. വന്ന് എന്തെങ്കിലും കഴിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഇബിലീസുകളെ പേടിച്ച് ജീവൻ കളയേണ്ട കാര്യമുണ്ട്. രാത്രിക്കുട്ടിക്ക് ഇവിടെ താമസിക്കണേല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം. എന്താ കുഞ്ഞാലി ഇത്? ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഏത് കൊലവമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ ഇറങ്ങിപ്പോവാൻ നമ്മൾ പറയില്ല. കിടക്കാൻ ഒരിടല്ലാണ്ട് ഉമ്മയും ഞാനും ഒരുപാട് തെല്ലിയിട്ടുണ്ട്. തലയെക്കെട്ട് നിസ്കാര തയമ്പുള്ള സ്വന്തം ജാതിക്കാരെ ആട്ടി ഇറക്കിയപ്പോ നമുക്കൊരിടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ്. പഴയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്റെ കുട്ടിക്ക് എന്താ വേണ്ടേച്ച പറഞ്ഞോളി. ഉമ്മാന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഉമ്മ നടത്തി തരാ. എന്റെ കുട്ടി ഇങ്ങനെ തരല്ലേ,
ഈ കണ്ണീര് കാണുമ്പോ ഉമ്മയുടെ ചങ്കാണ് പഠിക്കുന്നത്. ടീച്ചറെ ആചാര്യ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞാലിയുടെ പുരയിൽ നിൽക്കണേന് വലിച്ച ബുദ്ധിമുട്ടുണ്ടെങ്കില്? ഇല്ല, എന്റെ സ്വന്തം വീടുപോലെയാ. ആമിനമ്മയ്ക്കും കുഞ്ഞാലിക്കും എന്നെ ശരിക്കും അറിയാം. ഗായത്രി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഗായത്രി അഭിനന്ദിക്കുകയാണ്. അതെ, മാഷ് പറഞ്ഞത് ശരിയാ. വല്ല അബദ്ധവും കാണിച്ചിരുന്നെങ്കിൽ പടച്ചോനെ ഞമ്മക്കത് ഓർക്കാൻ കൂടെ കഴിയില്ല. സഹിക്കാവുന്നതിനപ്പുറം വേദന സഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. ഇനി ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും. ആരെന്തു പറഞ്ഞാലും ഗായത്രി ശ്രദ്ധിക്കണ്ട. പറഞ്ഞു തളരുമ്പോ അവര് താനേ നിർത്തിക്കൊള്ളും. പഴയതുപോലെ സ്കൂളിൽ വരിക, ക്ലാസ് എടുക്കുക. ടീച്ചേഴ്സും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് പറഞ്ഞിരിക്കും. പക്ഷെ തളർന്നു പോകരുത്. ഇത്രയും പിടിച്ചു നിന്നത് തോക്കാൻ വേണ്ടിയല്ലല്ലോ. പൊരുതണം, പൊരുതി ജയിക്കണം. കാത്തുകുട്ടേ, ഓ ഇത് മേടിക്കാൻ നമ്മൾ പെട്ട പാട് ചില്ലറൊന്നുമല്ല. അങ്ങാടിയിൽ അന്തോണി അപ്പിളയുടെ കടയിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് സുലൈമാൻ നിൽക്കണം. ഓന്റെ മുമ്പ് വെച്ച് ഇത് മേടിക്കാൻ പറ്റുമോ? നേരെ അമ്പലത്തിനടുത്തേക്ക് വിട്ടു. ബേലാമ്പിള്ളയുടെ കടയിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് കോട്ടയ്ക്കൽ അവോക്കർ നിൽക്കണം. ഒരു മുസൽമാനായ നമ്മളിത് വാങ്ങണ കണ്ടിട്ട് ഓലിക്കൊരു ഇടങ്ങേറ് തോന്നിട്ടാന്ന് പറ്റിട്ടാണ്, അല്ലാതെ ഓരെ പേടിച്ചിട്ടൊന്നുമല്ല. നോക്കി നിങ്ങളുടെ പടച്ചോന്മാരെല്ലാം കാണാൻ നല്ല ചന്തമുള്ളവരാ. നീ നീന്റെ അകത്തേക്ക് കയറ്റത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. നാളെ അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല. അല്ലാതെ മുയനും കളഞ്ഞാ? നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങി മീനല്ലേ അത്? ആര് എപ്പോ പറഞ്ഞു? ഇപ്പൊ അങ്ങനെ ആയാ? മീൻ തിന്ന് നാറിയിട്ട് ഓന്റെ അടുത്ത് നിൽക്കാൻ കഴിയണില്ല മോളെ. മീനില്ലാണ്ട് ഓന് ചോറിറങ്ങൂല. അല്ലാ, ഇനി മുതൽ കച്ചവടം കഴിഞ്ഞ് വന്ന കുളിച്ചിട്ട് വേണം പൊരേ കയറാൻ. മനസ്സിലായോ എനക്ക്? തിരുമേനി വിഷമിക്കാതിരിക്കൂ. എന്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ സഹിക്കാൻ കഴിയണില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതിനിപ്പോ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. അഥവാ ഉണ്ടായാൽ തന്നെ ആദ്യം ശേഖരൻ എന്നെ വിവരം അറിയിക്കാതിരിക്കോ? ഏതായാലും എനിക്ക് എത്രത്തോളം ഒന്ന് പോണം. എന്റെ കുട്ടിയെ ഒന്ന് കാണണം. ആവാലോ, പോവുകയും ചെയ്യാം, കുട്ടിയെ കാണുകയും ചെയ്യാം. പക്ഷേ ആദ്യം ആ ശേഖരനെ ഒന്ന് പോയി കാണുക. അതാ വീട്. മോളെ, അന്റെ ബാപ്പ വരുന്നുണ്ട്. കരയാതെ മോളെ, കരയാതെ. കരയരുത്. ഒക്കെ ഈശ്വരന്റെ പരീക്ഷണങ്ങളാണെന്ന് കരുതിയാണ്. കടം വീട്ടുകയായിരിക്കും. എന്താ ഇങ്ങനെ പറയണത്? നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ? എന്റെ കുഞ്ഞാനും ഞാനും വിശന്ന് പൊരുമ്പോ നിങ്ങൾ തന്ന ചോറാ ഞമ്മക്ക് ജീവൻ തന്നത്. സ്വന്തം ജാതിക്കാരെ ആട്ടി ഇറക്കിയപ്പോ തല ചായ്ക്കാൻ ഒരിടം തന്നത് നിങ്ങളാ. എങ്ങനെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ പഠിച്ചോനെ എന്നുള്ള സന്തോഷാണ് ഞമ്മക്ക്. കുടിക്കാൻ എന്ത് ഒന്നും വേണ്ട, സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ഓരോന്ന് കേട്ടപ്പോ നെഞ്ചു പടച്ചിട്ട് ഓടി വന്നതാ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് താമസം അറിഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു പേടി. ആമിനയുമ്മയും കുഞ്ഞാലിയെയും ഇല്ലത്തിന്റെ ചായ്പിൽ താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടത് അറിഞ്ഞപ്പോ സത്യത്തിൽ ഈ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി.
പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. തൂണിലും തുരുമ്പിലും ഉള്ളത് ഈശ്വരനെ. അതിനെ നിന്ദിക്കുന്നവൻ മനുഷ്യനല്ല. ഇവളെ കൂട്ടിക്കൊണ്ടുപോവാച്ചിട്ടാ വന്നത്. മാഷ് പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല. സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്നത് മാഷ് തന്നെയാ. രുക്മിണി ശ്രീദേവിയൊക്കെ കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയതാ. നിന്നെ കൂട്ടിക്കൊണ്ടില്ലാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു. കൊണ്ടോന്നൂടേനോ? ഞമ്മക്കൊന്ന് കാണായിരുന്നല്ലോ. കുഞ്ഞാലി ഓൻ വെളുപ്പിനെ ഇറങ്ങും. അച്ഛനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക. എനിക്ക് മകനെ പോലെയാ. എന്തായാലും സമാധാനായി. ഇനി വൈകില്ല, ഞാൻ ഇറങ്ങുക. ഒന്നും വിചാരിക്കരുത്. രാത്രി കുട്ടിക്ക് വൃത്തിയും വെടുപ്പായിട്ട് ഞമ്മളൊരു മുറി ഒഴിച്ചു കൊടുത്തിക്കണ്. വിരോധമില്ലെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങാം. വിരോധം ഉണ്ടായിട്ടല്ല, കുട്ടികളിവിടെ തനിച്ചേ ഉള്ളൂ. എന്തുണ്ടായാലും ഭഗവാനുള്ള പൂജ മുടക്കാൻ പറ്റില്ലല്ലോ. മോളെ നീക്കി എന്ത് സങ്കടം ഉണ്ടെങ്കിലും മനസ്സ് തുറന്ന് പഠിത്തനോട് പറഞ്ഞാലേ ഉള്ളൊന്ന് തണുക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ
നിർമാല്യ നിറവോടെ നിരുപമ പ്രഭയോടെ കാണാക്കണം അകതാരിതിൽ അമര കിരീടവും രജതരതങ്ങളും അപരനു നൽകിയ ദശരഥനന്ദന രാമ രാമ യുഗ സ്നേഹമന്ത്രവരമരുളൂ നീ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. വെറുതെ 4 പോസ്റ്റർ എഴുതി ഒട്ടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഡോ, ആളുകളെയും കൂട്ടി മാഷിന്റെ വീട്ടിൽ ചെന്ന് അവളെയും മാഷയും കൈയോടെ പിടിച്ച് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇറക്കണമായിരുന്നു. അങ്ങനെ അവരുടെ മുഖം മൂടി വലിച്ചു കീറണം. മുഖം മൂടിയോ? ഡോ, അവരുടെ തനിനിറം വെളിച്ചത്താക്കണമായിരുന്നെന്ന് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഊര് തമ്മിലങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിലല്ലേ? തന്റെ കയ്യിൽ പല വിളവുകൾ ഉണ്ടായിട്ടും ഈ കാര്യത്തിൽ താൻ വെറും ഒരു ഫൂളായി പോയില്ലടോ. ഇനിയിപ്പോ അടുത്ത പടി എന്താ ചെയ്യാൻ കഴിയുമെന്ന് പറയും. വഴിയുണ്ട്. കുഞ്ഞാലിയോട് മാത്രം മീൻ ബാങ്കുള്ളൂ ചോദിച്ചോ മറ്റേ മീൻകാരൻ? രാസനാരാ? അല്ല, ആ കഷണ്ടിക്കാരൻ. ഓ, സുലൈമാൻ. ഓനും ഞാനുമായിട്ട് ലേശം ഉടക്കില്ല. ഒരു ഐസേഷൻ തരുമോ? അയ്യേ, മീനുമേ കിടക്കണ ഐസൊന്നും തിന്നാൻ കൊള്ളില്ല മോളെ. ഐസിന് കിടക്കുന്ന മീനോ? കൊള്ളാലോ. എന്താ കറങ്ങി കിടക്കണേ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ലാന്ന്. സ്കൂളിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടാവുന്നു. എല്ലാ കുടിയിലും കയറി ഇറങ്ങി ആരൊക്കെയോ പറഞ്ഞിട്ട് പോയിന്. ഞമ്മള് പേടിച്ചിട്ട് കുട്ടികളെ വിട്ടില്ല. ഇതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റിയ പ്രശ്നമല്ല. കുമ്പളക്കടവ് സ്കൂളിലെ കുട്ടികൾ പൊട്ടിട്ടോ തൊപ്പി വെച്ചോ വന്നതിനെ അന്നാട്ടിലുണ്ടായ കച്ചറകളൊക്കെ നിങ്ങളും വായിച്ചല്ലേ പത്രങ്ങളില്? ഗുഡ് മോർണിംഗ്. ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ? കുട്ടികളെ ആരെയും കാണാനില്ല. അപ്പൊ ടീച്ചർ വിവരം അറിഞ്ഞില്ലേ? ഇല്ല. എന്താ? അന്തർജനമാണ് അറിവ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകർത്താക്കൾ പറയണത്. പറയുന്നതിൽ വേറൊന്നും തോന്നരുത്. ഇനിയും ഗായത്രി ടീച്ചർ ഇവിടെ വന്നാൽ സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും. ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ? ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന്റെ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ രാജിവെച്ച് വീട്ടിൽ പോയനെ. ആൾക്കാർ കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് പേടിച്ചാ സ്കൂളിലേക്ക് വരണത് തന്നെ. അങ്ങനെ പേടിക്കാതെ എന്നാൽ ഇവിടെ ഒളിക്കാൻ കാട് വേണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇംഗ്ലാബ് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ നാവ് ഇത്ര നീളണ്ടല്ലോ. ഇവിടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചറുണ്ടാക്കുന്ന നായ്ക്കളെ നിരക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂലേ? ബസ്സിന് 10 പൈസ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുത്തിയിളക്കി ബസ് തടിപ്പിച്ച നിങ്ങൾ യൂണിയനിന്റെ ഇക്കാര്യത്തിൽ തൊള്ളിമുട്ടിയിരിക്കുന്നത്. ഇത് അങ്ങനെയൊന്നും അടങ്ങണ കാര്യമല്ല മൂസേ. അടങ്ങാഞ്ഞിട്ടല്ല, മുൻകാല് വോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ? ഞങ്ങളൊക്കെ കുഞ്ഞുകുട്ടി പരാധീനക്കാരാ. ഫസ്റ്റ് ആൾക്കാരാ. സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒരൊറ്റ ചിന്തല്ലേ ഉള്ളൂ. അല്ല, ഇനിയിപ്പൊ നാളെ മുതൽ മുസ്ലിം സ്കൂളിൽ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? രാജിവെച്ച് വീട്ടിൽ പോയി കുത്തിരിക്കും. എന്തേ ചിന്തിക്കണേ? രാജിവെച്ച് പോകാൻ പറയാൻ എളുപ്പാ. 75,000 1 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണേ. ആചാര്യ നല്ല മനസ്സുകൊണ്ട് നിങ്ങളൊന്നും ആ വിഷമം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയണേ. മോളെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്. എല്ലാം അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത്? അറിയാനിട്ടല്ല, എന്നാലും എന്റെ മോള് പോവാന്ന് ഓർക്കുമ്പോ. ഉമ്മ, ഞാൻ എത്ര ക്ഷമിച്ചു, എന്തൊക്കെ സഹിച്ചു. അവസാനം സ്കൂൾ വരെ നിർത്തലാക്കുക. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം. ഇനി എന്ത് ചെയ്യണമെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം. പോരെ, എനിക്ക് ഇത്രയൊക്കെ പോരെ. ഓരോ റിവിലേസുകൾ പറക്കും മനുഷ്യന്മാർക്ക് സ്വൈരം കെടുത്താൻ. സാരല്ലമ്മ, എനിക്ക് പോയേ പറ്റൂ. മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ? ഇല്ല,
പറഞ്ഞ അവര് സമ്മതിക്കില്ല. അവരുടെ മുഖത്ത് നോക്കി മറുത്തു പറയാൻ എനിക്കാവില്ലുമ്മ. എന്നാലും എന്റെ കുഞ്ഞാലിയോടെങ്കിലും പറയണം. പറയാതെ പോയ ഓന് സഹിക്കൂല. വയ്യമ്മ, കുഞ്ഞാലിയുടെ യാത്ര പറയാൻ എനിക്ക് വയ്യ. ഞാൻ പോയെന്നുമ്മ പറഞ്ഞാ മതി. മോളെ, ഹാജിയാരെ ഏൽപ്പിക്കാൻ കൊടുത്ത രാജിക്കത്ത്. ഇങ്ങനെ ഒളിച്ചോടി പോവാൻ മാത്രം എന്താ ഉണ്ടായത്? ടീച്ചറോട് ഇവിടുന്ന് പോകാൻ ആരാ പറഞ്ഞത്? ഹാജിയാര് പറഞ്ഞോ അതോ ഞാൻ പറഞ്ഞോ? ആട്ടെ, ടീച്ചർ രാജിവെച്ച് പോയി എന്ന് വയ്ക്കുക. എന്നാൽ ഈ പ്രശ്നം തീരൂ. എല്ലാവർക്കും ഇപ്പൊ പ്രശ്നം ഞാനാണ്. പ്രായമായ അച്ഛന് ഒരു താങ്ങാവണമെന്ന് മോഹിച്ചു. സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തിനൊരു തണലാകണമെന്ന് ആഗ്രഹിച്ചു. ഈ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ? അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരു തൊഴിലിനു വേണ്ടി മാത്രം അറബി പഠിച്ച അന്തർജനമല്ല ഗായത്രി. എതിർപ്പുകളെ അതിജീവിച്ച ആദർശധീരതയുടെ ഒരു കന്നിയാണ്. സ്വന്തം സമുദായത്തിനും അതോടൊപ്പം മറ്റുള്ളവർക്കും ഇത്തിരി വെളിച്ചം കിട്ടാൻ സ്വത്തും കുലമഹിമയും ആഠ്യത്വവും എല്ലാം ആഹൂതി ചെയ്ത ആളാണ് ഗായത്രിയുടെ അച്ഛൻ. ആ അച്ഛന്റെ മകൾ ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നത്തിൽ തളരരുത്. എന്താ സാർ എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ എത്ര സഹിച്ചു, ക്ഷമിച്ചു, കാണും. ഇനി വയ്യ. ആദർശധീരതയുടെ പേരിൽ ഒരു ജോലി ഇട്ടെറിഞ്ഞിട്ട് പോന്നവനാ ഞാൻ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഗായത്രി ഈ ജോലി തുടരണമെന്നാ. ഇതിലൊക്കെ ഇത്ര തലപോകഞ്ഞ് ആലോചിക്കാൻ എന്താ ഉള്ളത്? എന്നെ സ്കൂള് പൂട്ടുന്നുള്ള കാര്യം തീർച്ച. അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റിനെ അത് ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല. അവിടെയാണ് മേനോൻ കയറി കളിക്കേണ്ടത്. അത് മനസ്സിലായി. ആയല്ലോ. ഈ സ്കൂളിന് വേണ്ടി തുടക്കത്തിലെ നിങ്ങളും കുറെ ശ്രമിച്ചതല്ലേ? പല അടവും പയറ്റി നോക്കിയതല്ലേ? എന്നിട്ട് എന്തേ ഹാജിയാർ സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിയെന്ന്? അത് പക്ഷേ അന്ന് ചേലക്കാടൻ എന്റെ കൂടെ നിൽക്കാത്തോണ്ടല്ലേ. അത് അന്നത്തെ രാഷ്ട്രീയം. മേന്നെ രാഷ്ട്രീയത്തില് സ്ഥിരം ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല. അതിരിക്കട്ടെ, മേന്നെന്ത് തീരുമാനിച്ചു? എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല. ഇപ്പൊ ഒരു പിടി പിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ കയ്യിലിരിക്കും. ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ചാ അതൊക്കെ എനിക്കറിയാം. എന്നെങ്കിലും ഹാജിയാരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാ. ആണല്ലോ. എങ്കിലിനി ഒട്ടും അമാന്തിക്കണ്ട. അതിനു വേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല. അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്നെനിക്ക് കഴിവുണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാലുണ്ടല്ലോ. ഇതാണ് ആണുങ്ങളുടെ ഭാഷ. തറവാടി എന്നും തറവാടി തന്നെ. അപ്പൊ ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കളിക്കാം അല്ലേ? കളിക്കാം. പക്ഷേ ചേലക്കാടൻ എന്നോടൊപ്പം നിൽക്കണം. എന്തത്ര സംശയം? പക്ഷെ ഒരു കാര്യം, മേനു ആ വിചാരം വേണേ. സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നോ മൂസ? സ്കൂളിലെന്ത് പ്രശ്നം? നാട്ടുകാർക്കല്ല പ്രശ്നം. പടച്ചവും സാധിച്ചിട്ട് സ്കൂളിൽ ഒരു പ്രശ്നമില്ല. ആദ്യം തന്നെ ഓണർ, നമ്മൾ തന്നെ പെയ്യോളും. നായരെ ഒരു മുറുക്കാനോട്ട് എടുക്ക. ഈ കാക്കി തുണിക്കൊക്കെ ഇപ്പൊ എന്താണ് വില? എന്തേ വേറെ പോലീസ് ചേർന്നു? ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കിത്തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ? അപ്പൊ പിന്നെ വല്ല വാച്ച്മാന്റെ ജോലി തരായിട്ടുണ്ടാവും. വാച്ച്മാൻ അല്ലടോ, ഇത് പിയൂണിന്റെയാ. പിയൂണോ? എവിടെ? അപ്പൊ താൻ ഈ കഥയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ മേനോൻ സ്കൂൾ നടത്തുകയാണെങ്കിൽ അവിടുത്തെ പിയൂൺ ആരാ? ഈ വാര്. ഇവിടുത്തെ സ്കൂൾ മേനോൻ നടത്തേ? ആരാ അത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കവിടെ ഊഹിക്കാൻ പാടില്ലേ? ലോകപ്പ് അവസാനിക്കും, ഞാനും എന്റെ കെട്ടോളും ഒരു തട്ടാനും മാത്രം ബാക്കിയായാൽ മതിയെന്നും കരുതി ചിലരൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ അതിന്റെ പരമുകാരെ. ആ പരപ്പ് ഇവിടെ വേവാൻ പോകുന്നില്ല. വേവും. എങ്ങനെ? നല്ല തേക്കിന്റെ വറുകെട്ട് നല്ലോണം കത്തിച്ച ഏത് വേവാത്ത പരിപ്പും വേവും. എന്നിട്ട് ആ പരിപ്പിൽ നെയ്യൊഴിച്ച് നല്ലോണം കുഴച്ച് മസ്താനോട്ട് ഉണ്ണാനും കരുതി ഇലട്ടിരിക്കലേ ഉണ്ടാവുള്ളൂ എന്റെ പരമുകാരെ. കാണാൻ പോണ പൂരം എന്തിനാ പറഞ്ഞു? പൂരം വരട്ടെ, അന്നേരം കാണാം. കാണാം കാണാം. കാണാം. ഓ
നമ്മുടെ കുട്ടികളെ 4 അക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത്? ആർക്കും ആരെയും പഠിപ്പിക്കാം, ആരുടെ കീഴിലും പഠിക്കാം. അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല. നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു. പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ? ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപകലില്ലാതെ ഓലമടഞ്ഞെടുത്തില്ലേ? അന്നൊന്നും ആരും ജാതിയും മതവും ഓർത്തുമില്ല, പറഞ്ഞുമില്ല. ആർക്കു വേണ്ടിയാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി. പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ലാഞ്ഞിട്ടല്ലല്ലോ. ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത്? എല്ലാരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. ഈ സ്കൂള് പൂട്ടിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത്. നിങ്ങളുടെ വിയർപ്പൊഴിക്ക് വളർത്തിയ സ്ഥാപനമാണത്. അറബി പഠിപ്പിക്കണം നമ്പൂരിച്ച് വന്നിരിക്കണോ? ഓഹോ, എങ്ങോട്ടാ? തൊഴാൻ. അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? 4ാം വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവരെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല. എങ്ങനെയാ വിശ്വസിക്കുക? മേറ്റഭാഷയല്ലേ പഠിപ്പിക്കണേ. മേത്തന്മാരുടെ വീട്ടിൽ താമസവും അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്ര അശുദ്ധാവില്ലെന്ന് ആരുള്ളൂ. ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയെന്നും വരും. ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തൊഴാനുള്ള സ്ഥലമാണ്. ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല. ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ? സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടോണ്ടല്ല, നായരെയും നമ്പൂരിയെയും മേനോനെയും ഭട്ടരെയും കണ്ടുകൊണ്ടുമല്ല. സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരുമെന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കെട്ടി താമസിക്കുന്ന ആളുമല്ല. ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത്. മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് തൊഴാൻ, അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുപറ്റാനല്ല, അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല. പോയി തൊഴുള്ളൂ. ഒന്നും പറയണ്ട. ആലോചിച്ച് കണ്ടുപിടിച്ചൊരു സൂത്രം. ടീച്ചറെ തടയുക. എന്നിട്ട് എന്തുണ്ടായി? നാട്ടിലുള്ളവർ മുഴുവൻ എതിരായി. അത് പിന്നെ ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലേ? അല്ല, നിങ്ങളുടെ മണ്ടത്തരം മനസ്സിലായതുകൊണ്ടാ. ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെയല്ല, മിത്രങ്ങളെയാണ്. എന്നുവെച്ചാ സംഗതി ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ. അഥവാ നമ്മൾ കുഴച്ചു മറിച്ചു. ഇക്കാരണത്താൽ അവർ ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. പുറത്താക്കണം. കണ്ണീരും കൈയുമായി ടീച്ചർ പെരുവഴിയിൽ ഇറങ്ങുന്നു. നിരാലംബയായ നിസ്സഹായായ ഒരു പെൺകുട്ടി സഹികെട്ടിറങ്ങിത്തിരിക്കുമ്പോ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ. ഞാൻ അതെ, വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു. അങ്ങനെ ആയാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും. പിന്നെ നിങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ. മേനന്റെ ടെക്നിക്ക് മനസ്സിലായോ? അതൊരു ഉഗ്രൻ ഐഡിയ ആണല്ലോ. ഒറ്റ വെടി ഹാജിയാരെയും ശേഖരനെ ഒതുക്കാം. അതിനൊരു കാര്യം, ഇതൊരു ധർമ്മയുദ്ധമൊന്നുമല്ല, മർമ്മം നോക്കി അടിക്കുക. ആരാണ്? ഞാനാ വാര്യർ. എന്തേനു? ഒന്നുമില്ല, ടീച്ചർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ,
അതിനെന്താ വിളിക്കാൻ തൊള്ളയിലാവില്ലേ ഇങ്ങനെ കള്ളന്മാരെ പോലെ പരുങ്ങണത്? മോളെ ഒന്നുകൊണ്ട് വരി. ഇതാ ബാറിന് തെരഞ്ഞു വന്നിക്കുന്നു. എന്താ? അല്ല, കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ മേലിന് വളരെ വിഷമുണ്ട്. ഈ കമ്മിറ്റിക്കാർ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് മേനോൻ പറഞ്ഞത്. അല്ല, ഇങ്ങോട്ട് നോക്കുക, അല്ലാതെ ടീച്ചറോട് ഒറ്റ വിരോധം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മേനോനോട് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലോണം അങ്ങോട്ട് ബോധ്യപ്പെടുത്തി. നിങ്ങളോ? അല്ല, ശേഖരൻ മാഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇപ്പൊ കമ്മിറ്റിക്കാരുടെ മാത്രമല്ല, ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്കുക. അതും മാത്രമല്ല, ടീച്ചർക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം. ഞാനിങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം, നമുക്ക് ഊഹിക്കാൻ പാടില്ലേ. ഇവിടെ ഈ മീൻ്റെ നാറ്റോ ഈ ആട്ടിൻകാട്ടയച്ചോ അങ്ങനെ ഒത്തുപോവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. നമ്മുടെ മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടീച്ചർ ഇപ്പം വെറും ടീച്ചറല്ല, നമ്മുടെ സമുദായത്തിന്റെ തന്നെ. വേണ്ട, എന്നെ അങ്ങനെ സമുദായത്തിന്റെ ആരും ആക്കണ്ട. എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ എനിക്ക് വിട്ടാരെ. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത്. അപ്പോ ടീച്ചർക്ക് ജനപിന്തുണ കൂടിയിരിക്കുന്നു അല്ലേ ഹാജിരെ? ആ, ഇനിയിപ്പോ ടീച്ചർ രാജിവെച്ച് പോണെന്ന് വെച്ചാൽ തന്നെ പോലും സമ്മതിക്കില്ല. അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞവർക്ക് ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടായത് എനിക്ക് മനസ്സിലാവാത്തത്. മനം മാറ്റോ? അയാക്കോ? ടീച്ചർ ഇപ്പോഴല്ലേ അയാളെ കാണാൻ തുടങ്ങിയുള്ളൂ. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാ. അയാളെ പ്രമാണിയായിട്ട് അംഗീകരിക്കാത്തവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന അയാളുടെ പ്രകൃതം. ഞാൻ കാരണം സ്കൂള് പൂട്ടേണ്ടി വരുമോന്ന് പേടിയായിരുന്നു എനിക്ക്. ഇപ്പൊ ആ പേടി മാറിയല്ലോ. ഇനിയിപ്പൊ ടീച്ചറെ പുറത്താക്കണമെന്ന് പറഞ്ഞ അവരാരും പാളം ഉണ്ടാകത്തില്ലല്ലോ. ഞമ്മക്കൊന്നും കേക്കണ്ട. ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാല് തിരിച്ചെടുക്കാൻ ഓരുടെ ആൾക്കാർ സംഘടിച്ചിരിക്കുന്നു. നാണോ ഉണ്ടോ നിങ്ങൾക്കിത് പറയാൻ? അന്ന് നമ്മൾ എണ്ണി പറഞ്ഞതാണ് ഓലി സ്കൂളിൽ വന്നോണ്ടാവണ പ്രശ്നങ്ങളെ പറ്റി. അന്നൊന്നും ആർക്കും അസീസിനെ വേണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയണ് അസീസ് പറഞ്ഞ ന്യായം ഉണ്ടെന്ന്. നമ്മൾ അന്ന് തന്നെ ഓളെ ചോദ്യം ചെയ്തില്ലേ? ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആര്? പോലീസാ അല്ല വക്കീലാ? ഓലെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അന്നേ ഭയക്കൊണ്ടാക്കാൻ വേണ്ടത്. നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടാതെ തടുത്തില്ലേ? എന്നിട്ട് കുട്ടികളെ പുറത്തെ നിർത്തിയോ? ആ മാഷം എന്ന് പറഞ്ഞപ്പോ ഒരക്ഷരം പോലും ഉണ്ടാതെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ? ഇനിയും നമ്മൾ പറയണു, നിങ്ങൾ ഈ പോക്ക് പോയാല് അവസാനം ശ്വാസം വിടാൻ പോലും ഓരുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും. ചേരുമ്പോ അവരെല്ലാം ഒന്നാണ്. ആ ഒരു വിചാരം ഞമ്മക്കും വേണം. എന്താ അസീസ് ഇങ്ങനെ പറയണേ? ആ വിചാരം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സഭ കൂടുവോ? സഭ കൂടിയാൽ മാത്രം പോരെ മൈദീനെ. കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയോ, ആ മേനോനും ശേഖരൻ മാഷും ഒറ്റക്കെട്ടാണ്. മേനോനും മാഷും തമ്മില് ഒലക്ക. ഓര് തമ്മിൽ ഒരു ഇടങ്ങേടുമില്ലെന്ന് കൊണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് നമ്മളെ പറ്റിക്കാൻ. ഈ ഗുലുമാലും മുയ്യും ഉണ്ടാക്കുന്നത് ആ മാഷ. നമ്മളിപ്പോ എന്താണെന്ന് നിങ്ങൾ പറയണത്? നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല. ഞമ്മക്ക് ഇതുകൊണ്ടൊരു നേട്ടവും ഇല്ല. പക്ഷേ ഓല് കാരണം നമ്മുടെ ആൾക്കാർക്കൊരു അപമാനം വന്ന അത് ഇന്നെ കൊണ്ട് പൊറുക്കാൻ കഴിയൂല. അസീസേ, ആ ഒരു കാര്യത്തിൽ ഞമ്മക്കൊണ്ട് വാസി. ഭർത്താനത്തിന് മാത്രം പോരെ വാസി. നിങ്ങൾക്ക് എന്ന് ആദ്യമായിട്ട് പറയാൻ പറ്റും ഓളെ പറഞ്ഞുവിടാൻ? നാട്ടിൽ കഷ്ടം ഉണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞു വിടാതെ വേറെ വഴിയില്ലെന്ന്. നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സ്കൂൾ നടത്തിപ്പിൽപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. ആജിയാര് തർക്കുത്തരം പറഞ്ഞ് നമ്മളെ തോപ്പിക്കണ്ട. ആ ടീച്ചറെ പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലേ? ഓൾ അറബി പഠിപ്പിക്കണം നമുക്ക് നാണക്കേടാ. ആണ്. ആ എങ്കിൽ ഇസ്ലാമായ മാഷന്മാര് സംസ്കൃതം പഠിപ്പിക്കണ്ടല്ലോ, അത് ഹിന്ദുക്കൾക്ക് നാണക്കേടല്ലേ? അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവർക്ക് നാണക്കേടല്ലേ? അവിടെ ഒന്നും ആരെയും പറഞ്ഞു വിടണം പിരിച്ചു വിടണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുന്നില്ല. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന നമ്മളെ ഇസ്ലാമിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കണം. ആ കാര്യം ആചാര്യം മറക്കണ്ട. മറന്നിട്ടില്ലല്ലേ? മറക്കൂല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണം എന്ന് തന്നെയാ എന്റെ മോഹം. ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല, ചെയ്യൂല, പറയൂല. എന്നിട്ടാണ് ഇപ്പൊ ഈ ബേണ്ടായിനെ കാണിക്കണേ? അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. നിങ്ങളൊക്കെ ഖുർആൻ വായിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? അനാഥരെയും അഭയം തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് ഖുർആനിൽ പറയണ്ട. നിരാലംബർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത്? ഭാരമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യാതാരാക്കണമെന്ന് ഇസ്ലാം പറയണ്ട.
എന്തേ ആരൊന്നും ഉണ്ടാത്തത്? ദേ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ന്യായമായ കാര്യം എത്ര ചെറിയോൻ പറഞ്ഞാലും നമ്മൾ കേൾക്കും, അനുസരിക്കും. ആ ചേലിക്ക് തന്നെ അന്യായം എത്ര വലിയോൻ പറഞ്ഞാലും നമ്മൾ കേൾക്കൂല, വഴങ്ങൂല. അല്ല നിങ്ങൾ വരാനുള്ള കാശിന്റെ കാര്യം എന്തായി? മെല്ലെ ചോദിക്ക്, നാളെ കേൾക്കും. ഞാൻ തരൂലേ, രാജ്യമുറ്റായിട്ട് പോകണ്ടോ? 1-ാം തീയതി ആവട്ടെ. സാഹചര്യത്തിൽ ലേശം ടൈറ്റാണ്. എന്താ വരണേ? പഴയ കാക്കിത്തുണൊക്കെ എന്ത് ചെയ്ത്? ഷർട്ട് അടിച്ചില്ല, ഒരു കാര്യം ചെയ്യും, 2 സഞ്ചി അടിച്ചാളി. ഒന്ന് ഇങ്ങക്കും ഒന്ന് മേനക്കും. റേഷൻ വാങ്ങാലോ. ഷർട്ട് അടിച്ചോട്ടെ, മേനോന്റെ വീട്ടില് കൂർക്കായിട്ട് നിക്കാം. ഇയാളോ? ഈ ചീഞ്ഞ മീനല്ല, നിനക്ക് നല്ലത് വല്ലതും കൊണ്ടുവന്നുകൂടെ? ഞമ്മള് കൊണ്ടുവരുന്ന മീൻ ചീഞ്ഞയാണെന്ന് നിങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഇത് തന്നെ കൂടുതൽ ദിവസത്തേക്കില്ല. നമ്മൾ ഈ തൊഴിൽ നിർത്താൻ പോവാ. അതെന്ത് പറ്റി? നഷ്ടം വന്നോ? നഷ്ടം വരാനാ? ആർക്ക്? ഞമ്മക്കാ? ഞമ്മക്കിപ്പോ മീൻ ഹറാമാണ്. തൊട്ടൂടാ, തിന്നൂടാ, പോരേന്റെ അയലത്ത് പോലും കയറ്റിക്കൂടാ. വീട്ടിൽ നമ്മളെ ഗാത്രക്കുട്ടിയുണ്ടേ. അങ്ങനെയാണെങ്കിൽ വല്ല പച്ചക്കറി കച്ചവടം ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല. മാഷില്ലേ ഇവിടെ? ഇല്ല. എവിടെ പോയി? ഇതിപ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലേ അങ്ങനെ ചെയ്യൂ. രാവിലെ കുറെ മാന്യന്മാരെ ഒരു കാറുമായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോയതാ. എപ്പോ വന്നാലും നമ്മളെ ഒന്ന് കാണാൻ പറയണം. നമ്മൾ മില്ലിലുണ്ടാവും. എങ്ങനെയുണ്ട് കുഞ്ഞാലി കച്ചവടമൊക്കെ? നന്നായി നടക്കുന്നു. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? ഡിയോ നമ്മളെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് വിളിച്ചേക്കിന്. സ്കൂളിന്റെ പേരിൽ എന്തൊക്കെയോ പരാതികളുണ്ട് പോലും. ഇന്നലെ കൂടി ഒന്നും വരണം. ആരാ പരാതിക്കാരൻ? അതൊന്നും പറഞ്ഞില്ല. മേനൻ എന്തൊക്കെയോ കച്ചട ഉണ്ടാക്കണം തോന്നുന്നുണ്ട്. അയാളോട് പോകാൻ പറയും. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അല്ല, നിയമപരമായിട്ടുള്ള നോട്ടീസ് വല്ലതും വന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. പിന്നെന്താ? അഥവാ ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സത്യം നമുക്ക് ബോധ്യപ്പെടുത്താവുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഞമ്മക്ക് മൂപ്പരെ ഒന്ന് നേരിട്ട് പോയി കാണാം. കാണാം. അത് ശരി. അപ്പോ ഈ വിശ്വസാഹിത്യകാരൻ ഇപ്പോൾ ഹാജിയാരുടെ കൂടെയാണല്ലേ? മാഷ് എല്ലാ കാര്യത്തിലും ഞമ്മക്കൊരു സപ്പോർട്ടാണ്. അപ്പോ സ്കൂളിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹാജിയാരാകെ ബേജാറായിരിക്കുക. ഓ, അതിന്റെ കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയസ്ഥിതിക്ക് എനിക്ക് അവിടെ ഒന്ന് തെളിവെടുപ്പ് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി വിളിപ്പിച്ചതാ. അല്ല, സമാധാനായി. എന്നുറപ്പിക്കണ്ട. യവൻ കൂടുള്ള സ്ഥിതിക്ക് ഏത് നിമിഷവും എന്ത് അത്യാപത്തും സംഭവിക്കാം. അതാ വിത്ത്. ഹാജിയാരെ, പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് നമുക്ക് വേഗം സ്ഥലം വിടാം. ഹാജിയാർ ഈ ബുദ്ധിജീവിയുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. കോളേജിൽ ഇവൻ ഞങ്ങളുടെ ഹീറോയൻ. തട്ട് തകർപ്പം പ്രസംഗമാണ്. അതിനിപ്പോഴും മോശമില്ല. മൈക്കിന്റെ ഒരു കഷണം കിട്ടിയാൽ മതി, പിന്നെ വിടൂല. ആഹാ, അപ്പൊ പഴയ നമ്പരൊന്നും കൈമോശം വന്നിട്ടില്ലല്ലേടാ. അതുപോട്ടെ, ഈ കേസിൽ നിനക്കെന്താണ് ഇത്ര വലിയ താല്പര്യം? ഒന്നാമതായിട്ട് അയ്യർ സാറിന്റെ ശുപാർശ. പിന്നീടാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയത്. എതിർപ്പ്, സമരം, ഭീഷണി, വർഗീയ വിദ്വേഷം. എന്നാ പിന്നെ ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം എന്നങ്ങ് തീരുമാനിച്ചു. ഓ, നമ്മുടെ പഴയ സ്വഭാവം. ഇപ്പൊ തന്നെ നിനക്കറിയാലോ, ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയുള്ള പലരുടെയും വാശി. സ്കൂള് പൂട്ടിക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വരെ. ശരിയാണ്, എന്തൊക്കെയോ കോൺസ്പിറസി നടക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ട്. ഹാജിയാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഒരു പ്രശ്നവും സംഭവിക്കില്ല. ധൈര്യമായി, ഒക്കെ ഞാൻ നോക്കിക്കോളാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വരട്ടെ. താങ്ക് യു സർ. ഓ, ആര് സാറോ? ദേ ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. എന്റെ പേര് വിളിക്കടാ. ഏതു പേരാ വിളിക്കേണ്ടത്? അച്ഛനും അമ്മയിട്ട പേരോ അതോ കോളേജ് ഞങ്ങളിട്ട പേരോ? ഹനുമാൻ ഭണ്ഡാരം. ആ കഥകളൊക്കെ ഹാജിയാരെ പറഞ്ഞ് കേൾപ്പിക്കല്ലേ. ശരി ശരിയാ. ഓക്കെ, ഇറങ്ങാ. ഓക്കെ. അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാർഷികം ജോറാക്കണം. ഗംഭീരമായിക്കളയാം. പക്ഷേ ഹാജിയുടെ മനസ്സൊന്ന് തുറക്കണം. തുറക്കാനൊന്നുമില്ല. ഇത്തവണ ആകപ്പാടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ. അപ്പൊ മനസമാധാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലേ മാഷേ? സ്കൂള് പൂട്ടിക്കല്, തുറപ്പിക്കല്, പ്രക്ഷോഭം, അടിപിടി, എന്തൊക്കെ ബഹളമായിരുന്നു. ഏതായാലും എല്ലാം ഒന്ന് കെട്ടടങ്ങി. ടീച്ചർക്ക് മനസ്സിന് സ്വസ്ഥയായില്ലേ? മാഷേ, ഇത്തവണ ഒരു പുതുമയിരിക്കട്ടെ. കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലോ? അത് കൊള്ളാം. സദ്യ ആണെങ്കിൽ നല്ല 1-ാം തരം കോഴി ബിരിയാണി തന്നെ ആയിക്കോട്ടെ. കോഴിക്കോട് നല്ല വെപ്പുകാരെ. വേണ്ട. ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട. നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ? എന്താ ടീച്ചറെ, ഒന്ന് ശ്രമിച്ചൂടെ? അയ്യോ, ഞാൻ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കല്ലല്ലേ, മാഷില്ലേ, കുഞ്ഞാലിയില്ലേ?
എന്തിന് ഞാനില്ലേ? ആ ഈ ഉണ്ട്. ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം. ടീച്ചർ ഉണ്ടാക്കണ പായസം കഴിച്ചാൽ കഴിച്ചാൻ തോന്നില്ല, കഴിച്ചാൽ കൊതിയില്ല. എങ്കിൽ സദ്യയുടെ ചാർജ് ടീച്ചർക്ക് തന്നെ. സദ്യ മാത്രം പോരാ, എന്തെങ്കിലും കലാപരിപാടികളും കൂടി. അതൊക്കെ മാസ്റ്ററുടെ യുക്തം പോലെ ചെയ്തോളി. അല്ല, ഒരു ഗാനമേള വേണ്ടേ? നാടൻ ഗാനമേള. നീ പേടിക്കണ്ട കുഞ്ഞാലി, പാടാൻ നിനക്കൊരു ചാൻസ് തരാം. പക്ഷേ അങ്ങനെയാണെങ്കിലും ഒടുക്കം പറയട്ടോ. അതെന്താ? മറ്റേത് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? എന്താ വരുന്നേ? ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. നാണവും മാനവും ഉള്ളവർക്ക് ഈ വഴിക്കുന്നല്ല ഒരു വഴിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനമല്ലോടോ കേൾക്കണത്. തൊലിവെൽപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇളക്കാണ്, ഇളക്കം. ആരെ പറ്റിയാ പറയണേ? വേറെ ആരെ പറ്റിയാ? ആ മാഷല്ലേ, സാഹിത്യം. ഔ, പകലൊക്കെ എന്തൊരു മാന്യ ശ്രീമാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്ക, ആണും തൂണുള്ള കുടുംബത്തിൽ താമസിക്കുക, വല്ല മേത്തന്റെ കുടിലും കഴിയണ്ടെന്നും പറഞ്ഞ് നമ്മുടെ മേലിന് എത്ര തവണ വിളിച്ചതാണ്? വന്നോ? വന്നില്ല. ഏടോ എന്റെ വാര്യത്തേക്ക് ക്ഷണിച്ചല്ലേ? വന്നോ? വന്നില്ല. എങ്ങനെയാ വരിക? ടീച്ചർ അവിടെ താമസിക്കുന്നതാണ് മാഷിക സൗകര്യം. ആചാർക്കും വേണ്ടാത്ത വർത്താനം പറഞ്ഞാണ്ടല്ലോ. അത് ശരി, വർത്താനം പറയണോ വെച്ച് പ്രവർത്തിക്കാം. എടോ, നീ ചാടിക്കളി എന്താന്നുള്ളത് എനിക്കറിയാം. നിനക്കും ഇതിലൊരു പങ്കുണ്ട് അല്ലെ? കളവരിക്കോ? അല്ല, പ്രായല്ലേ. എന്നെ പറ്റി എന്തോടോ പറഞ്ഞു? പക്ഷെ ടീച്ചറെ പറ്റി പറഞ്ഞുണ്ടല്ലോ, കൊന്നുകളഞ്ഞ. അത്രയ്ക്ക് അഹങ്കാരമായോ മീൻകാരന്? വാരരെ തല്ലിയാൽ അത് നമ്മളെ തല്ലുന്നു പോയാ. ഇതൊക്കെ കേട്ടിട്ട് വണങ്ങാൻ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആ പരട്ട മാഷയുടെയും ഹാജിയാരുടെയും തോന്നിയാസം കാരണം നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വയ്യാതായി. അടിക്കണം. നമ്മളെ തൊട്ടവൻ വിവരം അറിയണം. അല്ല, നോം അങ്ങോട്ട് നേരിട്ട് ഇടപെടണോ? ആരെങ്കിലും അങ്ങോട്ട് ഏർപ്പാടാക്കിയ പോലെ. അതുപോലെ നമ്മളെന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നാളെ അങ്ങോട്ട് കീറി കൊടുക്കണം. അടി കൊണ്ടപ്പോ ഈ ചൂടൊക്കെ എവിടെ പോയി? രമേശ വരുന്നേ. ഇത്ര വേണോ കുഞ്ഞാലിയെ? നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഇതുവരെ കുഞ്ഞാലി വാങ്ങിക്കൊണ്ടുപോയ മീൻ തിരികെ കൊണ്ടുവന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇട്ടോളി, മുഴുവൻ ഇട്ടോളി.
അങ്ങനെ പറയുമ്പോ കടയടയ്ക്കാൻ പറ്റില്ല. എന്താ ഓന് കടയടയ്ക്കാൻ കഴിയില്ല, നീ കട അടക്കില്ലല്ലേ? എനിക്ക് വേണ്ട. അടുത്ത് പൊളിക്കാത് നിർത്താ. അസീസേ, ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റരുത്. ഈ കച്ചവടക്കാർ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട്? ഈ പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചാണോ പകരം വീട്ടുന്നത്? വെറുതെ ആളുകളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കരുത്. ആരാ ഇവിടെ ബെത്ത കുത്തി വെച്ചേ? ഞാനോ അതോ നിങ്ങളോ? കാര്യം കാണാനായി ആ മേനോന്റെ കൂടെ ചേർന്ന് ഇന്ന് നാട്ടിലെ സമാധാനം നശിപ്പിച്ചില്ലേ? ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഇവിടെ ഉള്ളവരുണ്ട്, അതിന് അന്യനാട്ടുകാർ വേണ്ട. ആരാ പറഞ്ഞ അസീസ് അന്യനാട്ടുകാരെന്ന്? ഓ ഞമ്മടെ ആളാ. ഞമ്മടെ ആളുകൾ എവിടെ ഉണ്ടെങ്കിലും ഒന്നാ. എല്ലാ ആളുകളും ഒന്നാണെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഈ അക്രമം കാണിക്കുവോ? അസീസേ, ഇപ്പൊ നിനക്ക് മാത്രമേ അവരെ നിയന്ത്രിക്കാൻ പറ്റൂ. പട്ടിയെ തള്ള പോലെ പാവപ്പെട്ട കുഞ്ഞാലിനെ അവന്മാർ തല്ലിയപ്പോ എവിടെ പോയിന്ന് മാത്രം എങ്ങനെ നാക്ക് തല്ലുകൊണ്ട് ചാവാറായി വഴി കിടന്നപ്പോ നിങ്ങൾക്ക് ഓരോക്കെങ്കിലും തോന്നിയത് ശരിയല്ലെന്ന് ഇനി നമ്മൾ ഓർക്കൂല. കുഞ്ഞാലി നമ്മുടെ ആളാണ്. ഓനെ തല്ലിയവനെ നമ്മൾ വെറുതെ അവിടെ കരുതണ്ട. അതിന് കുഞ്ഞാലിക്ക് പരാതിയില്ലല്ലോ. പരാതിയുണ്ട്, ഞമ്മക്ക് പരാതിയുണ്ട്, കുഞ്ഞാലിക്കും പരാതിയുണ്ട്. ഞമ്മക്കൊരു പരാതിയില്ല. എന്റെ പേരും പറഞ്ഞ ആരും പക്കാലത്ത് പിടിക്കാൻ വേണ്ട. എന്താ പറഞ്ഞ നമുക്ക്? അനക്ക് പരാതിയില്ലെന്നോ? നാണമില്ലല്ലോ നിനക്ക്? എന്നാ ഞമ്മക്ക് പരാതിയുണ്ട്. ഇസ്ലാമിനെതിരായി ആര് വന്നാലും ശരി ഓന്റെ കുടൽ ഞമ്മളെടുക്കും. നിസ്കാരത്താമ്പി തൊട്ട് കളിച്ചാണ്ടല്ലോ. നിസ്കാര ടൈമിനെ പറ്റി പറയാൻ അനക്കെന്താണ്ട് അവകാശം? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലിട്ടാകണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പേരും പറഞ്ഞ് ഭയക്കൊണ്ടാക്കി മുതലെടുക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല. കൂട്ടം തെറ്റി ഒറ്റ കൊടുത്ത ഓണ് തലയുടെ ആദ്യം ഒത്തുപോകരുത്. നോക്കി നിൽക്കാൻ തച്ചട കണ്ടിട്ട് അതിന് ചങ്കുറപ്പുള്ള ഏതെങ്കിലും ആൺകുട്ടിയുണ്ടോ ഇപ്പൊ ഇക്കൂട്ടത്തിൽ? ദേ കുഞ്ഞാലി, അടിക്ക്. ധൈര്യമുള്ളവരുണ്ട്, അടിക്ക്. ഇവന്റെ ഒരു രോമത്തിന് കേടുവന്നാലുണ്ടല്ലോ ഇവിടെ ചോരപ്പുഴ ഒഴുകും. അസീസേ, അതിലാദ്യം പോകുന്നത് നീ ആയിരിക്കും. ഓന്റെ തൊള്ളയിൽ കുറച്ച് പൂഴ്വാരിയിട്ട് നിക്കട അവിടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നന്നാവൂല. പടച്ചോ നേരിട്ട് എന്ന് പറഞ്ഞാലും ഓ നന്നാവൂല. അന്ന് ടീച്ചറെ പുറത്താക്കണം എന്നായിരുന്നു ഡിമാൻഡ്. ഇപ്പോ സമുദായക്കാരെ ഇളക്കി വിട്ടാ ഓന്റെ കളി. ഇനി ഞമ്മളെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയൂല മാഷേ. എന്റെ മോക്ക് ഈ ബന്ധം വേണ്ട. ഓ ഇഞ്ഞു വെച്ചോട്ടെ. അജയരെ, വേണ്ട, ഒന്നും പറയണ്ട. ഞമ്മക്ക് ഇങ്ങളോട് ബഹുമാനമുണ്ട്. എന്ത് കാര്യവും ഇങ്ങളോട് ചോദിക്കാതെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കാര്യത്തില് മാഷ് ഒന്നും പറയരുത്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒന്ന് ആലോചിക്കണം, ഒരു മൊഴിചൊല്ലിൽ അവസാനിപ്പിക്കാവുന്ന കാര്യമാണോ ഇത്? ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല മാഷെ. ഇന്ന് നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ മരുമോന്റെ മയ്യത്ത് ഞാൻ ചുമക്കേണ്ടി വരില്ലായിരുന്ന, എന്റെ മോളുടെ കണ്ണീര് ഞാൻ കാണേണ്ടി വരില്ലായിരുന്ന. ഇപ്പൊ ഹാജിയാരെടുത്ത ഈ തീരുമാനത്തിലും മകളുടെ കണ്ണീര് കാണേണ്ടി വരില്ലേ? അത്ര പെട്ടെന്ന് മുറിച്ചു മാറ്റാവുന്നതാണോ കുടുംബബന്ധം? ജീവിതത്തിലേക്ക് അവള് കടന്നു വന്നിട്ടേ ഉള്ളൂ. കുടുംബം, ഭർത്താവ്, കുട്ടികൾ, ഇനിയും എത്രയെത്ര സ്വപ്നങ്ങൾ ബാക്കിയാണ്. നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യരുത്. വേണ്ടി വന്നാൽ അസീസിനെ കണ്ട് ഹാജിയാർ സംസാരിക്കണം. നമ്മൾ സംസാരിക്കാത്തോണ്ടാ? ഓനെ ആദ്യം കണ്ടപ്പോഴും വർത്തമാനം പറഞ്ഞപ്പോഴും നിക്കാഹ് ഉറപ്പിച്ചപ്പോഴും എന്ത് മര്യാദക്കാരാണിത്. ഞമ്മടെ നിലയ്ക്ക് പറ്റി ബന്ധമാണെന്ന് കരുതി. അവിടെ ഞമ്മക്ക് തെറ്റി. എന്റെ മോളുടെ ഭാവി ഞാൻ കുരുതി കൊടുക്കുകയെന്ന് കരുതിയില്ല മാഷെ. ഞാൻ അസീസിനെ ന്യായീകരിക്കുകയല്ല. പെട്ടെന്നൊരു തീരുമാനം ഹാജിയാർ എടുക്കുന്നതിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. നാളെ കണ്ണീരും കൈയുമായിട്ട് മോള് വീട്ടിൽ നിൽക്കുമ്പോ ഹാജിയാർക്ക് തോന്നും ചെയ്ത് തെറ്റായിപ്പോയെന്ന്. വേണമെങ്കിൽ പറിച്ചെടുക്കാം. എന്നാ തന്നെ ആ ജീവിതം പിന്നീട് തളർക്കുമെന്ന് ഹാജിയാർക്ക് ഉറപ്പുണ്ടോ? ഞങ്ങളുടെ ആൾക്കാരെ അടിക്കാൻ തയ്യാറാക്കി നിർത്തിയിരുന്നതാ. അപ്പോഴാ ശേഖരൻ കയറി ഇടപെട്ടത്. എന്ത് ശേഖരൻ? പേരെ കത്തുമ്പോഴല്ലേ വാഴ വെട്ടേണ്ടത്. ഇത്രയും നല്ലൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടുമോ?
ഒരു നാട് മുഴുവൻ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെട്ടും കുത്തുകയും മാറിയാല് അതിന്റെ മറവിൽ നമുക്ക് എന്തൊക്കെ നേടായിരുന്നു? ഛേ, ഒക്കെ നിങ്ങൾ കളഞ്ഞു വിളിച്ചില്ലേ? വേണമെങ്കിൽ ഒരടിയും കൊണ്ട് നടത്താം. അതൊന്നും വേണ്ട. ഇനി അവരുടെ സ്കൂൾ ആഘോഷം പൊളിക്കണം. ആ വഴിക്കായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതെന്തിനാ? നിനക്ക് കൊടുക്കാൻ. അങ്ങോട്ടാ. മാഷേ, എല്ലാം റെഡിയാ. കുട്ടികളെ ഉണ്ടാൻ വിളിക്കട്ടെ. പിന്നെ ഇപ്പൊ തന്നെ നേരം വൈകിട്ടല്ലേ? എന്നാ ഞാൻ പോയി ബെല്ലടിക്കാം. എന്തിനാ ബെല്ലടിക്കുന്നത്? അല്ല മാഷെ, മൂപ്പർക്ക് ആകെ അറിയാവുന്ന പണിയല്ലേ, അത് ചെയ്തോട്ടെ. നീ എന്റെ വഴി എടുത്തോട്ടോ. അതൊന്നും നടക്കൂല, കാരണം നമ്മളിന്ന് ലീവാ. ആ ലീവ് എടുക്കാൻ വലിയ ഇവിടെ ബോളം വെക്കാതെ നിങ്ങൾ ഇന്ന് പിള്ളേർക്ക് ചോറ് വെക്കാൻ നമുക്ക് ചെല്ലേ. എന്തായാലും ഞമ്മക്ക് പെരുത്ത് സന്തോഷം. എന്തു പറ്റി? രാവിലെ 8 മണിക്ക് മേക്കപ്പെട്ട് നിൽക്കണതല്ലേ, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും. ഓ, അയ്യോ, ഇന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ. വേണ്ട, ഇന്ന കുട്ടീനെ തൊടരുത്. നിങ്ങൾ ഒരുത്തരെ ഇതൊക്കെ കാരണം നിങ്ങളെ വാക്ക് കേട്ടോണ്ടാ നമ്മൾ പിന്നെ കുട്ടീനെ സ്കൂളിൽ വിട്ടത്. നിങ്ങൾ ഈ നാട്ടിൽ എന്ന് വന്നോ അന്ന് തുടങ്ങി കുഴപ്പമാണ്. വാടകയിൽ ഒട്ടും സ്ഥലമില്ല. എവിടെങ്കിലും കിടത്തി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തേക്ക്. യെസ് ഡോക്ടർ. ടീച്ചറെ കെട്ടിപ്പിടിച്ച് എത്ര നേരത്തിരിക്കും നമ്മളൊന്ന് കാണട്ടാ. ആര്യാരെ നിങ്ങളെ തടി പിറക്കാക്കണ്ടി ഓരെങ്കിലും പറഞ്ഞു വെച്ചോളി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. കള്ളമാഷേ ഇങ്ങോട്ട് വരാൻ പറയും സാറേ. എടാ കള്ളമാഷേ ഇറങ്ങിയോ? കുട്ടികളെ കൊലക്കൊടുത്ത് നീയൊക്കെ അകത്ത് സൂക്ഷിക്കാനോടാ. ഇങ്ങോട്ട് ഇറങ്ങി വരാനാണ് പറഞ്ഞത്. എടാ ഇറങ്ങി വരാൻ. എടാ നിങ്ങളോട് പറഞ്ഞു ഇറങ്ങി വരാൻ. ഇറങ്ങി വരാനുണ്ട്. എടാ ഇറങ്ങി. നിന്റെ ഭാഷ കള്ളക്കളി നിന്നോടെ ഞങ്ങൾ അവസാനിപ്പിക്കണേ.
ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല. സാർ, ഫുഡ് പോയ്സൺ തന്നെയാ, പായസത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അയ്യോ തന്നെ കൊല്ലാൻ വന്നേ. അയ്യോ അയ്യോ അയ്യേ അയ്യോ തന്നെ കൊന്നേ. ഇനി നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കളിക്കാൻ. നാളെ മുതൽ സ്കൂൾ ഒരു 15 ദിവസത്തേക്ക് അടയ്ക്കും. ജനമധ്യത്തിൽ അവരെങ്ങനെ മൂക്കും കുത്തി വീണ് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ കരുക്കൾ നീക്കേണ്ടത്. മൂക്കും കുത്തി താഴെ വീഴുന്നത് നിന്റെ തന്തയായിരിക്കും. എല്ലാ കാലത്തും എല്ലാരെയും വിട്ടികളാക്കാമെന്ന് കരുതണ്ട. അപകടഘട്ടം കഴിഞ്ഞല്ലേ ഡോക്ടർ പറഞ്ഞത്. പടച്ചോൻ നമ്മളെ രക്ഷിച്ചു. അജയ് മനസ്സിലായില്ല അല്ലേ? ഇടോ വരേ.
എല്ലാവരും എനിക്ക് മാപ്പ് തരണം. ഈ മേനും അസീസും പറഞ്ഞിട്ടാ ഞാൻ പായസത്തില് വിഷം കളിക്കിയത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ ശത്രുത അഭിനയിക്കുന്ന ഇവർക്ക് വേണ്ടിയാണോ നമ്മളൊക്കെ തമ്മിലടിക്കേണ്ടത്? സ്വബുദ്ധി അവശേഷിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. നമ്മുടെയൊക്കെ പിന്തുണയാണ് ഇവന്റെയൊക്കെ ശക്തി. അത് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ ഇവനൊക്കെ വെറും പുല്ല്. മാപ്പ് തരണം മാഷേ. അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് തരണം. മോളെ, ഞമ്മള് വിവരം അറിയാണ്ട് എന്തൊക്കെയോ പറഞ്ഞതാണ്. അന്നേരത്തെ വിഷമത്തിന് മാപ്പാക്കിന്ന് പറ. സാരമില്ലമ്മ.